നിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിപ്പാനിടയായി. ഹല്ലേലൂയ. ഇന്ന് ഈ രാത്രി സമയം ഹല്ലേലൂയ വീണ്ടും ദൈവസന്നിധിയിൽ ഞങ്ങളെ തന്നെ വീണ്ടും സമർപ്പിക്കുന്നു. ഒരുക്കത്തോടെ കർത്താവേ നിന്റെ വരവിനായി ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മീറ്റിങ്ങിനായി സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ കടന്നു വരുന്ന ദൈവദാസനെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. വചനം കർത്താവ് വചനത്തിന്റെ ആഴങ്ങളെ വിളമ്പുവാൻ നിന്റെ ദാസനെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ആലോചനകൾ കർത്താവെ മീറ്റിങ്ങിൽ കർത്താവെ ഹല്ലേലൂയ നിന്റെ ദാസനിലൂടെ കൈമാറണമെന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിങ്ങിന്റെ കർത്താവെ ഇലക്ട്രിസിറ്റി, ഇന്റർനെറ്റ് അതിന്റെ തടസ്സങ്ങളൊന്നും കൂടാതെ മീറ്റിംഗ് സുഖകരമായി നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ജോൺസൺ പാസ്റ്ററിനെ മിനിസ്ട്രിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിന്റെ കർത്താവെ അതിരുകളെ നീ വിസ്താരപ്പെടുത്തണമെന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ സമയം ഹല്ലേലൂയ ഈ മീറ്റിംഗിൽ കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ കർത്താവെ വിടുതലിനും അനുഗ്രഹത്തിനും ഈ മീറ്റിംഗ് കാരണമാക്കി തീർക്കണമെന്ന് പ്രത്യേകമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു റെജിബ്രദർ. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർ നിമിഷങ്ങൾ നല്ല പാട്ടുകൾ പാടി ദൈവത്തെ ആരാധന സമയമാണല്ലോ. വളരെ പ്രാർത്ഥനയോടെ രാത്രികാലം എല്ലാവർക്കും ആയിരിക്കാം. ശ്രോത ദിവസം നമ്മൾ നമ്മുടെ കൂടെ ഉണ്ടല്ലോ. ഒരുമിച്ച് പാടി ദൈവത്തെ ആരാധിക്കാം. ശ്രോത നമുക്ക് അറിയുന്ന പാട്ടുകളാണ്. ഹാലലിയ സ്ക്രീനിൽ കാണുമ്പോൾ അവയോട് ചേർന്ന് പാടി ഹാലലിയ ആത്മാവിൽ കൈകളെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിക്കാം. ശ്രോത ഒരുമിച്ച് പാടാ ദൈവത്തെ മഹത്വപ്പെടുത്താം. യാഹേ നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ, സ്തുത്യർഹമേ തവ നാമം. യാഹേ നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ, സ്തുത്യർഹമേ തവ നാമം. അടിയെന്നോർത്തില്ല, ആഴമറിഞ്ഞില്ല, അലകൾക്കു ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല. അടിയെന്നോർത്തില്ല, ആഴമറിഞ്ഞില്ല, അലകൾക്കു ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല. ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൻ നടുവിൽ, നിൻ വിളി കേട്ടു പിൻവരുവാ. ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൻ നടുവിൽ, നിൻ വിളി കേട്ടു പിൻവരുവാ. യാഹേ നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ, സ്തുത്യർഹമേ തവ നാമം. യാഹേ നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ, സ്തുത്യർഹമേ തവ നാമം. അലരുന്നീയാഴിയിൽ അലയതിഘോരം, തോന്നുന്നു ഭീതിയൻ ഹൃദിഭാരം. അലരുന്നീയാഴിയിൽ അലയതിഘോരം, തോന്നുന്നു ഭീതിയൻ ഹൃദിഭാരം. പാദങ്ങളാഴത്തിൽ താഴുന്നു പ്രിയനെ, എന്തുകരമതിനാമേൻ. പാദങ്ങളാഴത്തിൽ താഴുന്നു പ്രിയനെ, എന്തുകരമതിനാ. യാഹേ നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ, സ്തുത്യർഹമേ തവ നാമം. യാഹേ നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ, സ്തുത്യർഹമേ തവ നാമം. എന്നിലും ഭക്തർ, എന്നിലും ശ്രദ്ധർ, വീണു തകർന്നീ പോർക്കളത്തിൽ. എന്നിലും ഭക്തർ, എന്നിലും ശ്രദ്ധർ, വീണു തകർന്നീ പോർക്കളത്തിൽ. കാണുന്നു ഞാൻ കൂടങ്ങൾ ഭീകര വീരകുമാകളിൽ വീണവരിൽ. കാണുന്നു ഞാൻ കൂടങ്ങൾ ഭീകര വീരകുമാകളിൽ വീണവരിൽ. യാഹേ നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ, സ്തുത്യർഹമേ തവ നാമം.
നീ എൻ ദൈവം വാഴ്ത്തും ഞാൻ നിന്നെ സ്തുത്യർഹമേ തവ നാമം ഈക ശക്തികളാകിലവും വാഴ്ത്തന് വിപരീതം നീ അറിയുന്നേ ഈക ശക്തികളാകിലവും വാഴ്ത്തന് വിപരീതം നീ അറിയുന്നേ താങ്ങുക കാരത്തിൽ കാക്കുക ബലത്തിൽ സ്വർഗസിയോൻ പുരിവാരെയും താങ്ങുക കാരത്തിൽ കാക്കുക ബലത്തിൽ സ്വർഗസിയോൻ പുരിവാരെയും യാഹേ നീ എൻ ദൈവം വാഴ്ത്തും ഞാൻ നിന്നെ സ്തുത്യർഹമേ തവ നാമം യാഹേ നീ എൻ ദൈവം വാഴ്ത്തും ഞാൻ നിന്നെ സ്തുത്യർഹമേ തവ നാമം പൂക്കള മുൻപിൽ പിന്മാറുകയോ പാടി വാതിലിനി ഞാൻ തളരുകയോ പൂക്കള മുൻപിൽ പിന്മാറുകയോ പാടി വാതിലിനി ഞാൻ തളരുകയോ ഒന്നു ഞാൻ ചെയ്യുന്നു മുൻപിലേക്ക് ഓടുന്നു വിരുന്നു താരൻ ലക്ഷ്യം ഒന്നു ഞാൻ ചെയ്യുന്നു മുൻപിലേക്ക് ഓടുന്നു വിരുന്നു താരൻ ലക്ഷ്യം യാഹേ നീ എൻ ദൈവം വാഴ്ത്തും ഞാൻ നിന്നെ സ്തുത്യർഹമേ തവ നാമം യാഹേ നീ എൻ ദൈവം വാഴ്ത്തും ഞാൻ നിന്നെ സ്തുത്യർഹമേ തവ നാമം അർപ്പണം ചെയ്യും ആത്മനിയോഗത്താൽ അല്പമെനിക്ക് ഉള്ളതെല്ലാം അർപ്പണം ചെയ്യും ആത്മനിയോഗത്താൽ അല്പമെനിക്ക് ഉള്ളതെല്ലാം ഉന്നതനെ തവ സേവയും ജീവിതം ഒന്നു മതി എനിക്കുലകിൽ ഉന്നതനെ തവ സേവയും ജീവിതം ഒന്നു മതി എനിക്കുലകിൽ യാഹേ നീ എൻ ദൈവം വാഴ്ത്തും ഞാൻ നിന്നെ സ്തുത്യർഹമേ തവ നാമം യാഹേ നീ എൻ ദൈവം വാഴ്ത്തും ഞാൻ നിന്നെ സ്തുത്യർഹമേ തവ നാമം അഴിയെന്നോർത്തില്ല ആഴമറാനില്ല അലകൾക്കു ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല ആഴിയെന്നോർത്തില്ല ആഴമറാനില്ല അലകൾക്കു ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൻ നടുവിൽ നിൻ വിളി കേട്ടു പിൻവാരുമാ ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൻ നടുവിൽ നിൻ വിളി കേട്ടു പിൻവാരുമാ യാഹേ നീ എൻ ദൈവം വാഴ്ത്തും ഞാൻ നിന്നെ സ്തുത്യർഹമേ തവ നാമം യാഹേ നീ എൻ ദൈവം വാഴ്ത്തും ഞാൻ നിന്നെ സ്തുത്യർഹമേ തവ നാമം ഹല്ലേലൂയ യാഹേ നീ എൻ ദൈവം വാഴ്ത്തും ഞാൻ നിന്നെ സ്തുത്യർഹമേ തവ നാമം ഹല്ലേലൂയ ആഴിയെന്നോർത്തില്ല ആഴമാരാഞ്ഞില്ല ഹല്ലേലൂയ അലകൾക്കും ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്ര നടുവിൽ നിൻ വിളി കേട്ടു ഞാൻ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് നാം കേട്ട
ശബ്ദത്തിന് പിന്നിൽ ഇറങ്ങി പുറപ്പെട്ടു. ഹല്ലേലൂയ. അതേ സ്തോത്രം. നമ്മിൽ ഭക്തർ, ശക്തർ, മിടുക്കന്മാർ, പ്രാപ്തന്മാർ പലരും വീണ് നഷ്ടപ്പെടില്ല ഈ പോർക്കളത്തിൽ. ഇന്നും നിൽപ്പാൻ കൃപയാൽ 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 നിൽപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയല്ലോ. രാജ്യത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ശുശ്രൂഷയുടെ 341 ദിവസം കൂടി വന്നിരിക്കുന്ന വാത്സല്യ ദൈവദാസന്മാരെ, കുടുംബങ്ങളെയും സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെയും വേഗമെന്ന കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ. എല്ലാവരുടെയും ഈ രാത്രികാലം അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മീറ്റിംഗ് നമുക്ക് ഏറ്റവും അനുഗ്രഹമായി തീർന്നല്ലോ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവോട് സംസാരിക്കും. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു എന്നോട് ഈ അനുഭവം സംസാരിക്കും. ഹല്ലേലൂയ. ദയവായി കഴിയുമെങ്കിൽ എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത് ദൈവം ആയിരിക്കണം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തെ ഏറ്റവും അനുഗ്രഹമായി തീരും. സ്തോത്രം. വളരെ പ്രാർത്ഥനയോടെ രാത്രികാലമായിരിക്കാം. ഈ രാത്രിയിലെ ദൈവവചന ശുശ്രൂഷയ്ക്കായി നാം ക്ഷണിച്ചിരിക്കുന്ന കർദാസൻ പ്രിയ ഹല്ലേലൂയ പാസ്റ്റർ സി തോമസ് അവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ക്ഷണപ്രകാരം നമ്മുടെ മധ്യേ ഇന്ന് രാത്രി ജോയിൻ ചെയ്തിട്ടുണ്ട്. നാഗപ്പൂരിലാണ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട കർത്തൃവേലായിരിക്കുന്ന ഒരു അനുഗ്രഹ ഹല്ലേലൂയ. വളരെ ആത്മാർത്ഥതയോടെ കർത്താവിനെ വേല ചെയ്യുന്ന അനേകരെ കർത്താവിലേക്ക് ഈ നാളുകൾ അനയിച്ചുകൊണ്ടിരിക്കുന്ന അനേകർക്ക് ആശ്വാസമായി തീർന്നുകൊണ്ടിരിക്കുന്ന അനുഗ്രഹപ്പെട്ട ദൈവത്തിനാണ് കർദാസൻ പ്രിയ ഹല്ലേലൂയ സി തോമസ് അവர்கள். സ്തോത്രം. എന്റെ കസിൻ എന്റെ ചർച്ചിൽ മീറ്റിംഗിൽ പങ്കെടുത്തു. അതെനിക്ക് അനുഗ്രഹമായി തീർന്ന് അറിയാൻ കഴിഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ ദൈവദാസനുമായി കോണ്ടാക്ട് ചെയ്യുവാനും ഞങ്ങൾക്ക് ഒരുമിച്ച് സംസാരിക്കാനൊക്കെ ഇടയായി തീർന്ന് ഞാൻ ഈ മീറ്റിംഗിൽ സ്വാഗതം ചെയ്യുവാൻ ഇടയായി തീർന്നു. ഒരു മടിയും കൂടാതെ നമ്മുടെ മീറ്റിംഗിലേക്ക് വരാമെന്ന് പറയാൻ ഇടയായി തീർന്നു. രാത്രികാലം നമ്മുടെ ആയിരിക്കുന്ന വലിയ അനുഗ്രഹകാരണം തീർമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയുന്ന വാക്ക് ഇവിടെ പറയട്ടെ, ജ്ഞാനത്തിന്റെ വശമുള്ള വാക്കുകളല്ല, പരിശുദ്ധാത്മാവിന്റെയും ശക്തിയുടെയും ഒരു വലിയ പ്രദർശനമായി തന്നെ ഇന്ന് രാത്രി തീരുവാന്നൊക്കെ ഇടയാകുമാറാകട്ടെ. വളരെ പ്രാർത്ഥനയോടെ ദിവസമായിരിക്കാം. യേശുക്രിസ്തു നാമത്തിൽ പ്രിയ കർദാസൻ പ്രിയ സി തോമസ് അവർക്ക് ഞാൻ മീറ്റിംഗ് സ്വാഗതം ചെയ്യുന്നു. 9 നിമിഷങ്ങൾ ദൈവവചന ശുശ്രൂഷയ്ക്കായി സമയം വേർതിരിക്കുന്നു. വളരെ പ്രാർത്ഥനയായിരിക്കാം. കർത്താവിന്റെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. Thank you. ശബ്ദം കേൾക്കാമോ? Yes, clear. Okay, praise the Lord. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം ഈ അനുഗ്രഹീതമായ നല്ല രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആത്മാക്കളെ ഉടയവനായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സഭയാം കുടുംബത്തിലെ എല്ലാ ദൈവഭൃത്യന്മാർക്കും വിശേഷാൽ കർത്താവിൽ സ്നേഹിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും ക്രിസ്തു യേശുവിൽ എന്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ആമേൻ. പ്രത്യേകാൽ സിറ്റി ഹാർവസ്റ്റ് ഫെലോഷിപ്പ് ചർച്ച് പനവേൽ സഭയുടെ ശുശ്രൂഷനായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പ്രിയ ജോൺസൺ പാസ്റ്റർ ഫാമിലി, ആമേൻ, അവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ മീറ്റിംഗിലേക്ക് ഇന്നേ ദിവസം എന്നെ ക്ഷണിച്ചത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ദേവദാസനെ സാധാരണയായി നോർത്ത് ഇന്ത്യയിലുള്ളവരെ ആരും ആമേൻ ശ്രദ്ധിക്കാറില്ല. എന്നാൽ ആമേൻ നോർത്ത് ഇന്ത്യയിലുള്ള നോർത്ത് ഇന്ത്യയിലുള്ള ദൈവദാസന്മാരെ ഇപ്രകാരം കൂട്ടായ്മയിലേക്ക് പരിഗണിക്കുന്നത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും നൽകി ദൈവസഭയെ കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകാൽ ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളായിരുന്നു തിരുവചനം ശ്രവിക്കുന്ന എല്ലാ ദൈവഭൃത്യന്മാരെയും ദൈവജനത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് എന്റെ മുമ്പിൽ സാഹചര്യം വളരെ പ്രതികൂലമാണ്. കാരണം ഞാന് ഈ മീറ്റിംഗ് തുടങ്ങുന്ന സമയത്ത് പെട്ടെന്ന് എന്റെ വീടിന്റെ ഫ്രണ്ടിൽ ഒരു ദേവിയെ ഇരുത്തിയിട്ടുണ്ട്. മീറ്റിംഗ് തുടങ്ങുന്നതിന് 10 മിനിറ്റ് മുമ്പ് അവർ മൈക്ക് ഓൺ ചെയ്ത് അവരുടേതായ ആരാധന ആരംഭിച്ചു. ഒരുപക്ഷെ നിങ്ങൾക്ക് അത് കേൾക്കാമായിരിക്കും. എന്റെ പുറകെ അവർ ആരാധിക്കുകയാണ്. എന്നാൽ ഹല്ലേലൂയ, നമ്മോട് കൂടെ ഉള്ളവൻ ലോകത്തോട് കൂടെ ഉള്ളവനേക്കാൾ വലിയവൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും നമ്മുടെ മധ്യ ദൈവ സാന്നിധ്യം വെളിപ്പെടട്ടെ. ആമേൻ. കർത്താവിന്റെ ദാസൻ എനിക്ക് ഈ സമയം കൈമാറുന്നതിന് തൊട്ട് മുമ്പ് ഏതാണ്ട് സെക്കൻഡുകൾക്ക് മുമ്പ് എന്റെ സിസ്റ്റം പെട്ടെന്ന് ഓഫ് ആകുവാനിടയായി തീർന്നു. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മൊബൈലിൽ ഇത് കണക്ട് ചെയ്തിരുന്നു.
പെട്ടെന്ന് മൊബൈൽ ഞാൻ ഓൺ ചെയ്യുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്ക് പലരെയും കാണാൻ കഴിയുന്നില്ല. ആമേൻ. ഇവിടെ എന്റെ വൈഫ് ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ എല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കുക. ആമേൻ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ നമ്മുടെ മധ്യേ വെളിപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ മാനുഷിക ശബ്ദം കേൾക്കുവാനല്ല ഇന്ന് രാത്രി നാം കൂടി വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു വാക്ക് ആവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. മാനുഷിക ശബ്ദങ്ങൾ നമ്മെ മുറിപ്പെടുത്തും, എന്നാൽ ദൈവ ശബ്ദം നമ്മുടെ മുറിവുകളെ കെട്ടുവാനിടയായി തീരും. ആമേൻ. മാനുഷിക ശബ്ദങ്ങൾ നമ്മെ നിരാശപ്പെടുത്തും, എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മുടെ നിരാശകളെ അകറ്റുവാനിടയായി തീരും. അങ്ങനെയെങ്കിൽ ആമേൻ ഹല്ലേലൂയ, മനുഷ്യന്റെ ബുദ്ധിയിൽ നിന്ന് ഉദിക്കുന്ന, മനുഷ്യന്റെ ചിന്തയിൽ നിന്ന് ഉദിക്കുന്ന, മനുഷ്യന്റെ വിചാരങ്ങളിൽ നിന്ന് വെളിപ്പെടുന്ന ഒരു ശബ്ദം കേൾക്കുവാൻ ഇന്ന് രാത്രി നാം ആരുമായിരിക്കരുത്. അതിനപ്പുറത്ത് നമ്മുടെ അകത്ത് വെളിപ്പെടുന്ന ദൈവശക്തിയുടെ ആഴങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മ നിറവ് പ്രാപിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവേ എന്നോട് സംസാരിക്കണമേ എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ ആഗ്രഹത്തോടെ ഇന്ന് രാത്രി കൂട്ടായ്മയ്ക്ക് വേണ്ടി കടന്നു വന്നിരിക്കുന്ന ദൈവജനത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ആരും മൗനമായിരിക്കരുത്. ഇന്ന് രാത്രി നാം ഒരുമിച്ചാണ് ശുശ്രൂഷിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാസ്റ്റർ സിജി തോമസ് നാഗ്പൂർ മാത്രമല്ല എന്റെ മധ്യേ ആയിരിക്കുന്ന, എന്റെ മുമ്പിലായിരിക്കുന്ന ദൈവഭക്തന്മാർ, ദൈവമക്കൾ, നമ്മൾ ഒരുമിച്ച് ഇന്ന് രാത്രി പിശാചിനോട് ഹല്ലേലൂയ പോരാടുകയാണ്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും കൂടെ എത്രേ നമുക്ക് പോരാട്ടമുള്ളത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഒരുമിച്ച് നാം ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു 341ാമത് മീറ്റിംഗ് വെർച്വൽ മീറ്റിംഗ് സൂം പ്ലാറ്റ്ഫോമിലൂടെ ഇന്ന് ഈ രാത്രിയിലും കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി തന്നു. ഞാൻ വിശ്വസിക്കുന്നു കഴിഞ്ഞ രാത്രികളിൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാത്തൊരു ദൈവശക്തി, ഒരു പുതിയ അനുഭവത്തിലൂടെ ഇന്ന് രാത്രിയിലും നാം ആമേൻ പറഞ്ഞ് ഹല്ലേലൂയ ഉറങ്ങുവാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർ നിങ്ങളുടെ തൊട്ടടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ കൊടുത്തുകൊണ്ട് പറ, വളരെ പെട്ടെന്ന് ചില വിടുതൽ നടക്കാൻ പോകുക. ഒന്ന് വേഗത്തിൽ പറഞ്ഞേ. അടുത്തിരിക്കുന്ന അമ്മാമയോടാകട്ടെ, അച്ചായനോടാകട്ടെ ആത്മാവിൽ പറ, വളരെ പെട്ടെന്ന് ചില ദൈവം പുറത്ത് വെളിപ്പെടുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ വിടുതൽ നടക്കുവാൻ നാഗപ്പൂരിൽ നിന്ന് സിജി പാസ്റ്റർ വരേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. യുകെയിൽ നിന്ന് സജി പാസ്റ്റർ വരേണ്ട കാര്യമില്ല. അമേരിക്കയിൽ നിന്ന് മറ്റൊരാൾ കടന്നു വരേണ്ട കാര്യമില്ല. നമുക്കുള്ള ദൂത് നമ്മളിലൂടെ വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. നിന്റെ വീട്ടിനകത്തുള്ള ദൂത് നീ പറഞ്ഞു തുടങ്ങട്ടെ ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ. വളരെ പ്രാർത്ഥനയോടെ ഹല്ലേലൂയ ഒരുമിച്ച് ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൽ ദൂത് പറഞ്ഞു തുടങ്ങാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ വിഷയത്തെ കർത്താവേ, എന്റെ വ്യക്തിപരമായ വിഷയത്തെ എന്റെ മുമ്പിൽ അന്ന് വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവജനമേ, ആരും തലയിൽ കൈവെക്കണ്ട. പരിശുദ്ധാത്മാവ് നിന്റെ കുടുംബത്തിനകത്ത് ഇന്ന് രാത്രി വെളിപ്പെടുവാനിടയായി തീരും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. എന്റെ പേര് പാസ്റ്റർ സിജി തോമസ്. എന്റെ സ്വദേശം എന്ന് പറയുന്നത് നാട്ടിൽ ചെങ്ങന്നൂരിനടുത്ത് കല്ലിശ്ശേരി എന്ന സ്ഥലത്താണ് എന്റെ പിതാവിന്റെ സ്ഥലം. പ്രൈസ് ദി ലോർഡ്. എന്റെ മാതാവിന്റെ സ്ഥലം കോഴഞ്ചേരിക്കടുത്ത് കുറിയന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് എന്റെ മാതാവിന്റെ സ്ഥലം എന്ന് പറയുന്നത്. എന്നാൽ കഴിഞ്ഞ 18 വർഷമായി നോർത്ത് ഇന്ത്യയിൽ കർത്താവ് നൽകിയ ദർശനപ്രകാരം കടന്നു വരുവാനിടയായി തീർന്നു. കൊമ്പനാട് ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ ജോൺസൺ പാസ്റ്ററെ എം വി ചാക്കോ സാർ ഒരു ചോദ്യം ചോദിച്ചു. എടാ, നിങ്ങൾക്ക് എന്താണ് ഇനി പ്ലാൻ എന്ന് ചോദിച്ചു. കുറെ പേര് പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് പെണ്ണ് കെട്ടണം, എന്നിട്ട് അമേരിക്ക പോണം. കുറച്ച് പേര് പറഞ്ഞു, ഞങ്ങൾക്ക് ലണ്ടനിൽ പോണം, ഒരു നേഴ്സിനെ കെട്ടിയിട്ട്. എന്നാൽ ഞാൻ ചാടി എഴുന്നേറ്റ് പറയാനിടയായി തീർന്നു, സാറേ എനിക്ക് നോർത്ത് ഇന്ത്യക്ക് കടന്നു പോകണം. അന്ന് നോർത്ത് ഇന്ത്യ എന്തെന്ന് അറിയത്തില്ല കേട്ടോ. അല്ലെങ്കിൽ ഹിന്ദി എനിക്ക് അറിയത്തില്ല. ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും ഹംകോ തുംകോ കോയി ഇടപാട് നഹി. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ അത്ര ഹിന്ദി അറിയത്തുള്ളായിരുന്നു. എന്നാൽ അകത്തൊരു ദർശനം കർത്താവ് നൽകി. ആ ദർശന പ്രകാരം മേഖലയിലെ നാഗപ്പൂരിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, മേഖല കഴിഞ്ഞ 18 വർഷമായി ഛത്തീസ്ഗഡ്, ഒറീസ, ഹിമാചൽ പ്രദേശ്, ആന്ധ്ര, മഹാരാഷ്ട്ര തുടങ്ങിയ നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ കടന്നുപോയി. പല
ഭാഷക്കാരുടെ പല വർഗക്കാരുടെ ആമേ കർത്താവിന്റെ വചനവുമായി നിൽപ്പാൻ സർവശക്തനായ ദൈവം എനിക്കൊരിക്കൽ കൃപകൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ ഒന്നുമില്ലെന്ന് രാത്രി എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു. ആമേ വിളിച്ചു പറ, ഞാൻ ഒന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ വിളിച്ചാൽ ആമേ വിളിച്ചവരെ ഓർക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. നാഗപ്പൂർ എന്ന സ്ഥലം നിങ്ങൾക്കറിയാം, ഇന്ത്യയുടെ സെൻട്രൽ പ്ലേസ് ആണ്. ഓറഞ്ച് സിറ്റി, ക്ലീൻ സിറ്റി, ഗ്രീൻ സിറ്റി, സെൻട്രൽ സിറ്റി, ഇങ്ങനെ പല പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണല്ലോ നാഗപ്പൂര്. മാത്രമല്ല RSSന്റെ ഹെഡ്ക്വാർട്ടർ സിറ്റി എന്ന സ്ഥലമാണ് നാഗപ്പൂര്. എന്നാൽ പല വിധത്തിലുള്ളതായ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ ഈ ദേശത്തോളം ബന്ധത്തിലുണ്ടെങ്കിലും കർത്താവ് നിർത്തുന്ന എല്ലാ കൃപകൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നമ്മൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ഈ രാത്രിയിലും കരുത്തു പ്രാപിക്കണം. യേശുവിന്റെ നാമത്തിൽ പ്രതിസന്ധി നമ്മുടെ മുമ്പിലുണ്ട്, പ്രതികൂല സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ ഞാൻ ആത്മാവിൽ ഒരു ദൂത് കൈമാറാ, ഒരു പ്രതികൂലങ്ങളും നിന്റെ ജീവിതത്തിൽ തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കത്രേ. പ്രതികൂലമുണ്ടെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, പ്രതികൂലമുണ്ടെങ്കിൽ ഒരു വഴി വെളിപ്പെടുന്നുണ്ട്, പ്രതികൂലം ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം നിനക്ക് എന്തോ കുഴപ്പമുണ്ട്. യേശുവിന്റെ നാമത്തിൽ മനസ്സിലാക്കുന്നവർക്കായി ഇന്ന് രാത്രി കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി സൂമിലായിരിക്കുന്ന ദൈവദാസന്മാരെ, ദൈവമക്കളെ, പ്രതിസന്ധി മാറുവാനല്ല പ്രാർത്ഥിക്കേണ്ടത്, പിന്നെയോ അതിന്റെ മധ്യേ പിടിച്ചു നിൽക്കാനുള്ള ദൈവ കൃപയ്ക്കായി ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നവർക്കായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുകയാണ്. പ്രതികൂലം മാറണമേ, കൊറോണ മാറണമേ, ഡെങ്കു മാറണമേ, സാമ്പത്തിക വിഷയങ്ങളുടെ മേൽ ഒരു മാറ്റം വരണമേ എന്ന് ഇതൊക്കെ പ്രാർത്ഥിക്കുന്നല്ലതാ. എന്നാൽ അതിനപ്പുറമായി ഇന്ന് രാത്രി എത്രവർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും? കർത്താവേ, ഈ പ്രതിസന്ധിയുടെ മധ്യേ പിടിച്ചു നിൽക്കാനുള്ള ഒരു ഉയരത്തിലെ കൃപ എന്റെ മേൽ പകരണമേ എന്ന് ഇന്ന് രാത്രി എത്രവർക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ കഴിയും. ആത്മാവിൽ എന്നോട് ഒരുമിച്ച് ചേർന്ന് രാത്രി കർത്താവിനെ സ്തുതിക്കണമേ. ഹല്ലേലൂയ. കർത്താവിന്റെ വലിയ പ്രവൃത്തി ഇന്ന് രാത്രി നമ്മുടെ മേൽ വെളിപ്പെടുവാൻ പോകുകയാണ്. ഇന്ന് രാത്രി ഹല്ലേലൂയ സംസാരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, അമ്മച്ചനോട് വ്യക്തിപരമായി പരിശുദ്ധാത്മാവ് ദൂതിലൂടെ വെളിപ്പെടുവാനിടയായിത്തീരും. ചിലരോട് വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിപ്പാനിടയാകും. അമ്മച്ചനോട് എന്റെ സാക്ഷ്യത്തിലൂടെ പരിശുദ്ധാത്മാവ് തൊടുവാനിടയായിത്തീരും. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി ആയിരിക്കണം. ഹല്ലേലൂയ. ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമുണ്ട്, ഏറ്റവും വലിയ പ്രവചനം എന്ന് പറയുന്നത് സത്യവേദ പുസ്തകമാണ്. അതിനേക്കാൾ വലിയൊരു പ്രവചനം നമ്മുടെ കയ്യിൽ ആരുടെയും കയ്യിലില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി പരിശുദ്ധാത്മ വചനത്തിലൂടെ നമ്മോട് ദൂത് പറഞ്ഞു തുടങ്ങട്ടെ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് തിരുവചന ഭാഗം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിന്റെ 8-9 വാക്യങ്ങൾ വേഗത്തിൽ ആരെങ്കിലും ഒരാൾ വായിച്ചാട്ടെ. ജെനസിസ് ചാപ്റ്റർ 6 വേഴ്സ് 8-9. ഒരു വാക്യം കൂടി ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം കൂടി വായിക്കണം. 2 വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു. ഒന്ന് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിന്റെ 8-9 വാക്യങ്ങൾ. 8-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. 8-ാം അധ്യായം 1-ാം വാക്യം. ദൈവം നോഹയെയും അവരോടുകൂടെ പെട്ടകത്തുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. ദൈവം ഭൂമിമേൽ ഒരു കാറ്റടിപ്പിച്ചു വെള്ളം നിലച്ചു. മതി. താങ്ക് യു പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യഹോവയായ ദൈവം നോഹയെയും പെട്ടകത്തിലുള്ള സകലത്തെയും ഓർത്തു. പ്രൈസ്. ഇന്ന് രാത്രി കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പറ, കർത്താവ് എന്നെ ഓർക്കുവാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്താണ് നോഹയെ ദൈവം ഓർക്കുവാനുള്ള കാരണമെന്ന് ഇന്ന് രാത്രി നാം ഒന്ന് ചിന്തിക്കുവാൻ പോകുക. എനിക്കറിയാം, കഴിഞ്ഞ 341 ദിവസമായി വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ സന്ദേശങ്ങൾ നിങ്ങൾ കേട്ട് ഹല്ലേലൂയ സന്തോഷിച്ച് വിടുതൽ പ്രാപിച്ച് ഹല്ലേലൂയ
ആയിരിക്കുന്നവരാണ് എന്റെ മുമ്പിൽ എന്ന് എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പലപ്പോഴും നമുക്കറിയാം പല സന്ദേശങ്ങളും നമ്മൾ കേൾക്കാറുണ്ട്. അത് ഒരു ചെവിയിലൂടെ കേട്ട് മറ്റൊരു ചെവിയിലൂടെ കളയാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യാക്കോബ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഹൃദയത്തിൽ ഉൾനട്ട വചനം അതിശ്രദ്ധയോടെ കൈക്കൊള്ളുന്നവരായി തീരുവേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ വീട്ടിൽ ഹല്ലേലൂയ ഈ ഞാൻ ചെടി നടാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്റെ ടെറസിന്റെ മുകളിലൊക്കെ ചില കൃഷികളൊക്കെ ഞാൻ നടാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഇതിന് എല്ലാ ദിവസവും വെള്ളം കൊടുക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. എല്ലാ ദിവസവും വെള്ളം കൊടുത്താൽ ഇതിന്റെ വേര് ആഴത്തിലേക്ക് ഇറങ്ങത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഹല്ലേലൂയ അല്പം ചില ദിവസങ്ങളിൽ സമയങ്ങളിൽ വെള്ളം കിട്ടാതിരിക്കുമ്പോൾ ഇതെന്താ ചെയ്യുന്നറിയാമോ? ഇതിന്റെ റൂട്ട് ആഴത്തിലേക്ക് പോയി വെള്ളം വലിച്ചെടുക്കുവാനിടയായിത്തീരും. ഇതുപോലെ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും ദൈവവുമായിട്ട് ബന്ധമില്ലാതെ അകന്നു നിൽക്കുന്ന പല അവസ്ഥകൾ, അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. എന്നാൽ ആ സന്ദർഭങ്ങളിലും നാം വാടിപ്പോകാതെ, നാം തളർന്നു പോകാതെ, നാം ക്ഷീണിച്ചു പോകാതെ ദൈവത്തിൽ നിലനിൽക്കുവാൻ കഴിയണമെങ്കിൽ നാം കേട്ട വചനം അത് ആഴത്തിലേക്ക് വേറിറങ്ങുന്നതായി തീരണം. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നവർക്കായി ഞങ്ങളുടെ നാമത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് ഒരു സന്ദേശം കേട്ടു ഹല്ലേലൂയ കഴിഞ്ഞു എന്ന് പറഞ്ഞ് അല്പം മിനിറ്റുകളിൽ, അല്പം മണിക്കൂറുകളിൽ സന്തോഷമടയുന്ന ഒരു രാത്രിയായി ഇന്ന് രാത്രി മാറരുത്. പ്രൈസ് ദി ലോർഡ്. പിന്നെയോ ഇന്ന് വരെ കാണാത്ത ചില വിടുതലുകൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടിട്ട് അത് മണ്ണ് മൂടപ്പെട്ട് കിടക്കുന്ന ചില വാഗ്ദത്തങ്ങളുടെ മേൽ ഒരു കാറ്റടിക്കുമ്പോൾ ആ വാഗ്ദത്തങ്ങൾ പുറത്തു വരുന്നത് പോലെ ഇന്ന് രാത്രി ചില വാഗ്ദത്തങ്ങൾ എനിക്ക് വേണ്ടി പുറത്തു വരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. സ്തോത്രം. ഞാൻ ആരംഭത്തിലെ ആരോടോ പരിശുദ്ധാത്മാവിൽ ഇങ്ങനെ പറയട്ടെ, നീ എഴുതി വെച്ചിട്ടും എഴുതി വെച്ച് പ്രാർത്ഥിച്ചിട്ടും മറുപടി ഇല്ലാതിരിക്കുന്ന ഏതെങ്കിലും വിഷയങ്ങൾ ഇനി ഇതിനകത്തൊരു മറുപടി ഇല്ല എന്ന് കണ്ടുകൊണ്ട് ഉത്തരമുട്ടിയ അനുഭവമായി പ്രാർത്ഥന മതിയാക്കിയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധ ഇല്ല, അതിനെ പിന്നെയും പുറത്തെടുക്ക്, എന്റെ സമയം കഴിഞ്ഞിട്ടില്ല, എനിക്ക് അതിന്മേൽ ചില പ്രവൃത്തി വെളിപ്പെടുത്തുവാനുണ്ട്. മനസ്സിലാകുന്നവർ ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഇന്നലകളിൽ നടക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് നീ ഫുൾ സ്റ്റോപ്പ് ഇട്ടെടുത്ത് ഇനി സാധ്യമില്ലെന്ന് പറഞ്ഞ് നീ എഴുതി നിർത്തിയെടുത്ത് പരിശുദ്ധൻ പറയുന്നു, എന്റെ ദൈവം എഴുതി തുടങ്ങുവാൻ തയ്യാറാണ്, എന്റെ ദൈവം ആരംഭിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വിലപിക്കുവാനല്ല, ഇന്ന് രാത്രി ചിലതിനെ പുറത്തെടുത്തുകൊണ്ട് ആത്മാവിൽ കരയുവാൻ പ്രാർത്ഥിപ്പാൻ പരിശുദ്ധാത്മാവ് ദൈവസഭയോട് ആലോചന പറയുകയാണ്. ശ്രദ്ധിക്കണമേ, നമ്മുടെ ദൂതിലേക്ക് വരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് നമ്മൾ വായിച്ചു കേൾക്കുവാനിടയായിത്തീർന്നത്. ഒരു മനുഷ്യന് ദൈവത്തിന്റെ കൃപ ലഭിക്കുക എന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ല, അത് ഏറ്റവും മഹത്വകരമായ ഒരു കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണമേ, മാനുഷിക കാലഘട്ടത്തെ അഞ്ചായി തരംതിരിക്കുവാൻ കഴിയും. ഇതിന്റെ എല്ലാ ചരിത്രങ്ങളിലേക്കും കടക്കുവാൻ എന്റെ മുമ്പിൽ സമയമില്ല. എന്നാൽ അല്പം ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ദൂതിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. മാനുഷിക കാലഘട്ടത്തെ അഞ്ചായി തരം തിരിച്ചിരിക്കുന്നു. ഒന്നാമത്തെ കാലഘട്ടം ആദാം മുതൽ നോഹ വരെയുള്ള ഒന്നാമത്തെ കാലഘട്ടം. ആമേൻ. രണ്ടാമത്തെ കാലഘട്ടം നോഹ മുതൽ അബ്രഹാം വരെയുള്ള രണ്ടാമത്തെ കാലഘട്ടം. മൂന്നാമത്തെ കാലഘട്ടം അബ്രഹാം മുതൽ ദാവീദ് വരെയുള്ള മൂന്നാമത്തെ കാലഘട്ടം. നാലാമത്തെ കാലഘട്ടം ദാവീദ് മുതൽ യേശു ക്രിസ്തു വരെയുള്ള നാലാമത്തെ കാലഘട്ടം. അഞ്ചാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് യേശു ക്രിസ്തു മുതൽ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവരെയുള്ള അഞ്ചാമത്തെ കാലഘട്ടം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് ദൈവസഭ നിലനിൽക്കുന്നത് കാലഘട്ടത്തിന്റെ അവസാനത്തിലാണ്, അഥവാ കാലഘട്ടത്തിന്റെ അന്ത്യത്തിലേക്ക്
ദൈവസഭ എത്തി നിൽക്കുകയാണ്. എന്താണ് അതിന്റെ ലക്ഷണം? എന്താണ് അതിന്റെ ഉദാഹരണം? ഇന്ന് നടക്കുന്ന സംഭവങ്ങൾ നമ്മെ നോക്കി വിളിച്ചു പറയും, അതെ കാലങ്ങൾ കഴിഞ്ഞുപോയി, സമയം അവസാനിച്ചിരിക്കുന്നു. ഈ കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന സമയത്ത് താൻ പ്രസംഗിച്ചു തുടങ്ങിയപ്പോൾ തന്റെ ആദ്യത്തെയും തന്റെ അവസാനത്തെയും പ്രസംഗം ഒന്നായിരുന്നു, മറ്റൊന്നല്ല, ദൈവരാജ്യം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് പ്രസംഗിച്ചു തുടങ്ങുന്നത് എങ്ങനെയാണ്? കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ആകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാലം കഴിയാൻ പോകുന്നു എന്നല്ല പറഞ്ഞത്, സമയം കഴിഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പിന്നെ എന്താണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ അനുവദിക്കപ്പെട്ട സമയം? കൊറോണ വന്ന് ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ പിടഞ്ഞു വീണു. എന്നാൽ ഇന്നും നമ്മെ ശേഷിക്കുന്നുവെങ്കിൽ, നാം ഇന്നും ആയുസ്സോടെ ആരോഗ്യത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ, അതിന്റെ പിന്നിലുള്ള പദ്ധതി എന്ന് വെച്ചാൽ മറ്റൊന്നല്ല, അവൻ നമുക്ക് നൽകിയ ഗ്രേസ് പീരീഡ് ആണ്. യേശുവിന്റെ നാമത്തിൽ നമ്മുടെ കാലങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്, എന്നാൽ ഗ്രേസ് പീരീഡ് നൽകിയിരിക്കാൻ കർത്താവിനെ സ്തുതിക്കുന്നവർക്കായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുകയാണ്. എന്തിനാണ് ഈ ഗ്രേസ് പീരീഡ്? അമ്മാമാരെ, അച്ചായന്മാരെ, കർത്താവ് നൽകപ്പെട്ട ഈ ഗ്രേസ് പീരീഡ് ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി, ദൈവത്തിന്റെ അരുളപ്പാടിന് വേണ്ടി, ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ഒരു തലമുറ ഒരുക്കപ്പെടുവാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കൽ കൂടി ഞാൻ ആത്മാവിൽ പറയുന്നു, എന്തിനു വേണ്ടിയാണ് ദൈവം അനുവദിച്ചിരിക്കുന്ന ഈ സമയോ? മറ്റൊന്നിനല്ല, ദൈവിക പദ്ധതിക്ക് വേണ്ടി ഒരു തലമുറയെ ഒരുക്കുവാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ സൂം പ്ലാറ്റ്ഫോമും ദൈവത്താൽ ഒരുക്കപ്പെട്ടത് അത്രേ. ഞാൻ എപ്പോഴും പറയുന്ന, എന്റെ സഭയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ കർത്താവ് हमारा परमेश्वर कोई विषय बुराई के लिए नहीं करते, सब कुछ भलाई के लिए. എന്റെ ദൈവം എന്ത് ചെയ്താലും അതിന്റെ പിന്നിൽ ഒരു നന്മയുണ്ട്. ഇന്ന് രാത്രിയിലും എന്നെ കേൾക്കുന്ന ആരോടൊക്കെയോ പരിശുദ്ധമേ വിളിച്ചു പറയട്ടെ, നീ തിന്മയെന്ന് വിചാരിക്കുമ്പോഴും അതിനകത്ത് നീ അറിയാത്തൊരു നന്മ ഒളിഞ്ഞിരിപ്പുണ്ട്. യേശുവിൻ നാമത്തിൽ നീ പരാജയമെന്ന് ചിന്തിക്കുമ്പോഴോ നീ അറിയാത്ത ദൈവിക പ്രാണികൾ, പദ്ധതികൾ അതിനകത്ത് മറഞ്ഞിരിപ്പുണ്ടെന്ന് ഇതിനകത്ത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. റെജിമോനെ, പ്രിയ റെജി, കർത്താവിന്റെ പുതപ്പിന്റെ മേൽ ഇന്ന് രാത്രി വീഴുവാൻ പോകുകയാണ്. ഒരു പ്രത്യേക ശുശ്രൂഷയ്ക്കായി പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിന്നെ വേർതിരിക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. നാളുകൾ ഉണങ്ങിയ അവസ്ഥയിലല്ല, ആളുകളെ കരുത്തു പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. കരുത്തനായി മാറട്ടെ യേശുവിൻ നാമത്തിൽ. ശുശ്രൂഷയുടെ മണ്ഡലങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനെ വലിച്ച് പുറത്തുകൊണ്ടുപോകാൻ പോകുക യേശുവിൻ നാമത്തിൽ. സ്വർഗ്ഗത്തിൽ ദൈവം ചെയ്യുന്നതിനായി നന്ദി പറയുകയാണ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, ഹല്ലേലൂയ. ദൈവം നൽകപ്പെട്ടത് എന്തിനായി ഈ സമയമെന്നറിയാമോ? ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി നാം ഇറങ്ങിത്തിരിക്കുവാൻ. ആമേൻ. Praise the Lord. Hallelujah. ഞാൻ ഇന്നലെയും എവിടെയോ പറഞ്ഞു, കർത്താവ് നമ്മെ പ്രേരിപ്പിക്കും. Praise the Lord. പ്രേരിപ്പിച്ചിട്ട് നമ്മൾ തയ്യാറല്ലെങ്കിൽ ഒന്ന് പുഷ് ചെയ്യുവാനിടയായിത്തീരും. ചില രോഗങ്ങളിലൂടെ, ചില പ്രയാസങ്ങളിലൂടെ, ചില കടഭാരങ്ങളിലൂടെ, ചില പ്രതിസന്ധികളിലൂടെ ഒന്ന് പുറത്തോട്ടൊന്ന് പുഷ് ചെയ്യുവാൻ, ഒരു തള്ളൽ ഉണ്ടാകുവാനിടയായിത്തീരും. എന്നിട്ടും റെഡി ആയില്ലെങ്കിൽ ചവിട്ടി പുറത്താക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ചവിട്ട് കൊള്ളുന്നതിന് മുമ്പേ തയ്യാറുള്ളവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്റെ അനുഭവമായി ഞാൻ നിങ്ങളോട് പങ്കുവെക്കുവാൻ പോകുന്നത് യേശുവിന്റെ നാമത്തിൽ ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. വചനം പറയുകയാണ്, ഹല്ലേലൂയ, നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. എന്നാൽ അതിനു മുമ്പുള്ള ഒരു സംഭവം നാം പഠിച്ചു കഴിഞ്ഞാൽ, ഉൽപ്പത്തി പുസ്തകത്തിന്റെ പ്രാരംഭം മുതൽ നാം പഠിക്കുമ്പോൾ യഹോവയായ ദൈവം ഹല്ലേലൂയ ശൂന്യതയിൽ നിന്നുകൊണ്ട് ഉളവാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ സകലതും ഉളവായി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ പ്രാരംഭത്തിലെ ഒരു ദൂതുകൂടെ പറയട്ടെ. ദൈവം പ്രവർത്തിക്കുന്നത് എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി വെച്ചിട്ടല്ല. ഒരു സാഹചര്യങ്ങളും മുമ്പിലില്ലാത്ത സമയത്ത് എല്ലാം ശൂന്യമായ അവസ്ഥയിലാണ് ദൈവം ചിലവരെ ഉളവാക്കുന്നത് എന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്കായി ഞങ്ങൾ അവരെ സ്തുതിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ
എംപ്റ്റിനെസ് ആയിരിക്കുന്ന ഹോംലെസ് ആയിരിക്കുന്ന ശൂന്യമായിരിക്കുന്നത് നോക്കിക്കൊണ്ട് കർത്താവ് പറഞ്ഞു, ദൈവം പറയുകയാണ് ഉളവാകട്ടെ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചോ, സകല ജന്തുക്കളെയും പക്ഷി മൃഗാദികളെയും സൃഷ്ടിച്ചോ, സൂര്യ ചന്ദ്രാദികളെ സൃഷ്ടിച്ചോ, അവസാനം മനുഷ്യനെയും തന്റെ സ്വരൂപത്താൽ ദൈവം സൃഷ്ടിക്കുവാനിടയായിട്ടുള്ളത്. എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? ഹല്ലേലൂയ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ പിന്നിലെ ഏക ഉദ്ദേശം എന്ന് പറയുന്നത് ഹല്ലേലൂയ ദൈവത്തോട് കൂടെ വസിക്കുകയും ഹല്ലേലൂയ ദൈവത്തിന്റെ ഉദ്ദേശം ഹല്ലേലൂയ നിറവേറ്റപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ ഏക ഉദ്ദേശം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ മനോഹരമായ തോട്ടത്തിലാക്കിയിട്ട് ദൈവം പറഞ്ഞു തോട്ടം സൂക്ഷിപ്പാനും തോട്ടത്തിൽ വേല ചെയ്യുവാനും ഞാൻ നിങ്ങളെ ഇതിനകത്ത് കൽപ്പിച്ചാക്കിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്തിനാ നമ്മെ സൃഷ്ടിച്ചതെന്നുള്ള തിരിച്ചറിവ് ഇന്ന് രാത്രി നാം പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തോട്ടം സൂക്ഷിപ്പാനും ദൈവരാജ്യത്തിന്റെ തോട്ടം സൂക്ഷിപ്പാനും ഹല്ലേലൂയ അതിനകത്ത് വേല ചെയ്യാനും മാത്രമേ ദൈവസഭയെ ദൈവം തെരഞ്ഞെടുത്തു എന്ന് ഇന്ന് മകൾ തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പാസ്റ്ററേ, അത്ഭുതങ്ങളെ കുറിച്ചും അടയാളങ്ങളെ കുറിച്ചും അത് പറ. ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ സകലതും ലഭിക്കുവാനിടയായിത്തീരും. ദൈവത്തിന്റെ ഉദ്ദേശ പദ്ധതിയിൽ നിന്ന് മനുഷ്യൻ വ്യതിചലിക്കുവാനിടയായിത്തീരും. ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ, ആദ്യമ മനുഷ്യനായ ആദാമും ഹവ്വയും ഹല്ലേലൂയ ദൈവത്തിന്റെ ഹിതപ്രകാരം ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ദൈവത്തിന്റെ ആലോചന പ്രകാരം തോട്ടത്തിൽ പാർക്കുവാനിടയായി. ആ സമയത്ത് അവരുടെ മേൽ തേജസ് മൂടപ്പെട്ടിരുന്നു. മഹത്വത്തിൽ അവർ ആയിരുന്നു. എന്നാൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ പാപം ചെയ്ത നിമിത്തം അവരിലുള്ള തേജസ് നഷ്ടപ്പെടുവാനിടയായി തീർന്നു. അവർ പാപത്തിന് അടിമകളായി തീരുവാനിടയായി തീർന്നു. അതുകൊണ്ട് തന്നെ 6-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്നും യഹോവ കണ്ടു. പ്രൈസ് ദി ലോർഡ്. ദൈവം സൃഷ്ടിച്ച മനുഷ്യന്റെ ഹൃദയ വിചാരങ്ങൾ നിരൂപണമൊക്കെയും ദോഷമുള്ളതത്രയെന്ന് യഹോവ കണ്ടിട്ട് ഈ തലമുറയിൽ നിന്ന് അടുത്തൊരു തലമുറയെ വിടിവിക്കുവാൻ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ഒരു പദ്ധതി ഇട്ടു. ആ പദ്ധതി അത്രേ ഒന്നാമത്തെ കാലഘട്ടത്തിലെ ന്യായവിധി അഥവാ ജലപ്രളയം. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാ ദൈവദാസന്മാരെ, ദൈവമക്കളെ, നമ്മുടെ മുമ്പിൽ ഈ കട്ടത? എന്തുകൊണ്ടാണ് നമ്മുടെ മുമ്പിൽ മഹാമാരി? എന്തുകൊണ്ടാണ് നമ്മുടെ മുമ്പിൽ പ്രതിസന്ധി? അത് മറ്റൊന്നിനല്ല, വഷളത്വത്തിൽ കഴിയുന്ന, പാപത്തിൽ മുങ്ങിക്കുളിക്കുന്ന, അന്ധകാരത്തിൽ കഴിയുന്ന ഒരു കൂട്ടത്തിൽ നിന്ന് ഒരു പുതിയ തലമുറയെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവമിട്ടിരുന്ന പദ്ധതി അത്രേ ഈ പദ്ധതി എന്ന് തിരിച്ചറിയുന്നവർക്കായി ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നല്ലോ, കാലഘട്ടത്തിന്റെ അവസാനത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. എന്താണ് അതിന്റെ അതിന്റെ തെളിവ്? നമുക്ക് ഒത്തിരി തെളിവുകൾ വചനത്തോടെ മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ എനിക്ക് അതിന് മുമ്പിൽ എന്റെ മുമ്പിൽ അതിന് സമയമില്ല. ഒന്ന് പ്രപഞ്ചത്തിന്റെ മാറ്റം, പ്രാപഞ്ചിക മാറ്റത്തെ കണ്ടുകൊണ്ട് മനുഷ്യന് പറയുവാൻ കഴിയും എന്തോ ഒരു മാറ്റത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട്, ധാർമ്മികമായ മാറ്റം, ധാർമ്മിക തലത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു. 3, ശാസ്ത്രീയമായ വിഷയങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു. നേരത്തെ ജൂൺ മാസം 1-ാം തീയതി മഴ പെയ്യുമായിരുന്നു, പിന്നെ 2 മാസം മഴക്കാലമായിരുന്നു. ഇപ്പോൾ കാലങ്ങൾ മാറി മറിഞ്ഞു. എപ്പോൾ എന്തും സംഭവിക്കാം. ശാസ്ത്രത്തിന്റെ വിലയിരുത്തലുകളും അസ്ഥാനത്താകുകയാണ്. ഹല്ലേലൂയ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എവിടെയോ പറയുവാനിടയായി തീർന്നു. നിങ്ങളുടെയൊക്കെ വീടുകളിൽ പണ്ട് റേഡിയോ ഉണ്ടായിരുന്നു. റേഡിയോ അത് കണ്ടവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു, അതിൽ ശബ്ദം കേട്ടവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. റേഡിയോ ഉണ്ടായിരുന്നു. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ റേഡിയോ ഔട്ട് ഓഫ് ഫാഷൻ ആയി.
അത് എവിടെ പോയെന്ന് ആർക്കും അറിയത്തില്ല. കുറച്ചു കഴിഞ്ഞ് ആമേ ഈ കാസറ്റ് ഇടുന്ന ടേപ്പ് റെക്കോർഡ് ഉണ്ടായിരുന്നു. ആമേ അതിനകത്തിട്ട് പാട്ട് കേൾക്കുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അതും ഔട്ട് ഓഫ് ഫാഷനായി. ആമേ കുറച്ച് കഴിഞ്ഞപ്പോ CD പ്ലെയറും DVD-യും VCD-യും വന്നു. ആമേ അതും ഔട്ട് ഓഫ് ഫാഷനായി. ആമേ കുറച്ച് കഴിഞ്ഞപ്പോൾ വലിയ കമ്പ്യൂട്ടർ വന്നു, ഡെസ്ക്ടോപ്പ്. ആമേ ഹല്ലേലൂയ, രണ്ടാൾ പൊക്കിയാലും പൊങ്ങാത്ത വലിയ കമ്പ്യൂട്ടർ. ആമേ എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോ അതും എടുത്ത് പുറത്തെറിഞ്ഞു. ഞാൻ ഒരിടത്ത് കണ്ട കാഴ്ച, ആ കമ്പ്യൂട്ടറിനകത്തുള്ള ആമേ ആ മോണിറ്ററിനകത്തുള്ള സാധനമൊക്കെ എടുത്ത് മാറ്റിയിട്ട് മണ്ണ് നട്ട് ചെടി വെച്ചിരിക്കുക ഒരു വീട്ടിൽ. ചെടി നടുകയാ. ആമേ ഹല്ലേലൂയ. കാരണം അതും മനുഷ്യന് വേണ്ടാതായി. ആമേ കുറച്ച് കഴിഞ്ഞപ്പോൾ ലാപ്ടോപ്പ് വന്നു. ആമേ ലാപ്ടോപ്പിനും ഭാരം കൂടുതൽ കാരണം അതും ആർക്കും വേണ്ടാതായി. ഇന്നിപ്പോ ടാബിലേക്ക് എത്തി. ആമേ ഹല്ലേലൂയ, ചെറിയ ക്യാപ്സൂൾ രൂപത്തിൽ ആമേ ഹല്ലേലൂയ ആമേ കമ്പ്യൂട്ടറുകളും ആമേ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ആമേ പുറത്തു വരുവാനിടയായി തീർന്നു. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയട്ടെ, ആമേ മനുഷ്യൻ കണ്ടുപിടിച്ച സകലതും ആമേ ഭൂമിയിൽ തന്നെ നശിക്കോ. എന്നാൽ ഒരിക്കലും നശിക്കാത്തോന്നുണ്ടെങ്കിൽ ആമേ സത്യ വേദപുസ്തകം മാത്രമാണ്. ആമേ അങ്ങനെയെങ്കിൽ അന്ത്യകാലത്ത് സകലരും ഈ വേദപുസ്തകം കയ്യിലെടുക്കുമെന്ന് വിശ്വസിക്കുന്ന ഞങ്ങൾ ശ്രമിക്കുകയാണ്. ഹല്ലേലൂയ. മാറ്റങ്ങൾ നോക്കണമേ. ശാസ്ത്രീയ മണ്ഡലത്തിൽ മാറ്റം, ആത്മീയ തലത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. ആമേ ഓടി നടന്നവരൊക്കെ ഇപ്പോൾ പരക്കകത്ത് കയറിയിരിക്കുക. ഹല്ലേലൂയ. ഇന്ന് ആമേ ഹല്ലേലൂയ നമ്മുടെ കുഴപ്പം എന്താണെന്ന് അറിയാമോ? കർത്താവ് പറഞ്ഞു, ആമേ തോട്ടത്തിൽ നിങ്ങളെ ആക്കിയത് വേല ചെയ്യാനാ. എന്നാൽ വേല ചെയ്യാത്തത് കൊണ്ട് കർത്താവ് വേല ചെയ്യാൻ തുടങ്ങി. മനസ്സിലാകുന്നവർക്കൊക്കെ കർത്താവിനെ ശ്രദ്ധിക്കുന്നത്. നിങ്ങൾക്ക് ചിലർക്കൊക്കെ മനസ്സിലായില്ല. ഹല്ലേലൂയ. നമ്മൾ ഇവാഞ്ചലിസം ഇല്ല, നമുക്ക് ഇവാഞ്ചലിസം ഇല്ല. നമ്മൾ സുവിശേഷീകരണം നിർത്തി. നാണക്കേടിന്റെ ഭാഗമായി ഒരിക്കൽ ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഹല്ലേലൂയ ചാലക്കുടിയിലേക്ക് ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുകയാണ്. എന്റെ തൊട്ടടുത്തൊരു പാസ്റ്റർ ഇരിപ്പുണ്ട്. ഞങ്ങൾ ഇങ്ങനെ ബസ്സിൽ യാത്ര ചെയ്ത് ചാലക്കുടി ജംഗ്ഷനിൽ വന്നപ്പോൾ ഒരു ആന്റി, പ്രായമുള്ള ഒരു ആന്റി ഈ ചിഞ്ചിൽ കൊട്ടി നന്നായിട്ട് സ്ട്രീറ്റിൽ നിന്ന് ആരാധിക്കുക. ആ സിറ്റിയിൽ നിന്ന് ആരാധിക്കുക. കോളേജ് പിള്ളേരും അതുപോലെ ജോലിക്കാരും ഒക്കെ കടന്നു വന്ന് ബസ് കയറാൻ കടന്നു വരുന്ന തിരക്കുള്ള ആ ബസ് സ്റ്റോപ്പിൽ നിന്നുകൊണ്ട് ആ അമ്മച്ചി ഒറ്റയ്ക്ക് ചിഞ്ചിൽ കൊട്ടി ആരാധിക്കുവാൻ തുടങ്ങി. പാട്ടുപാടി ആരാധിക്കുകയാണ്. ഞാൻ എന്റെ അടുത്തിരുന്ന പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ അദ്ദേഹം ചാലക്കുടിക്കാരനാ. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ നോക്കേ, ഒരു അമ്മാമ്മ ഒറ്റയ്ക്ക് എന്ന് പരസ്യവും നടത്തുന്നത്. ഉടനെ ആ പാസ്റ്റർ പറയും, പാസ്റ്ററെ അങ്ങോട്ട് നോക്കണ്ട, നമ്മളെ കണ്ടാൽ അമ്മാമ്മ നമ്മളെ വിളിച്ചിറക്കും. കാരണം എന്താണെന്നറിയാമോ? ഇത് നാണക്കേടിന്റെ ഭാഗമായി. ഹല്ലേലൂയ. അമ്മാമ്മയുടെ കൂടെ പോയി നിന്ന് പാടുക എന്ന് പറയുന്നത് ഇന്നത്തെ പാസ്റ്റർമാർക്ക് ഒരു നാണക്കേടിന്റെ ഭാഗമാണ്. എന്നാൽ ഞാൻ പറയട്ടെ, നമ്മൾ ചെയ്യാത്തത് ദൈവം ഏറ്റെടുക്കും. അല്ല, ദൈവം തന്റെ വേല ഏത് മീഡിയയിലൂടെയും അത് നിറവേറ്റുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നിങ്ങൾ ചിന്തിക്കരുത് ഇത് ഹല്ലേലൂയ പെട്ടെന്ന് സംഭവിച്ചതാണെന്ന്. ഈ ഒക്കെ കർത്താവ് മുന്നമേ പ്ലാൻ ചെയ്തതാ. ഹല്ലേലൂയ. ഈ മീഡിയ ഒക്കെ മുമ്പേ ഒരുക്കിയതാ. നമ്മൾ തയ്യാറാകാത്തത് കൊണ്ട് കർത്താവ് തന്റെ പ്രവൃത്തിക്ക് വേണ്ടി സുവിശേഷം ലോകമെങ്ങും എത്തുവാൻ വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്ന പദ്ധതികൾക്കായി ഞങ്ങൾ അവനെ ശ്രദ്ധിക്കുകയാണ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ. ശാസ്ത്രീയ മാറ്റം, ആത്മീയ മാറ്റം, ശാരീരിക മാറ്റം. പണ്ടൊക്കെ ഹല്ലേലൂയ പ്രായമുള്ളവർക്കായിരുന്നു ക്യാൻസറും ഹാർട്ട് അറ്റാക്കും. ഇന്ന് ഹല്ലേലൂയ കൊച്ചു കുഞ്ഞുങ്ങൾക്കും ഹാർട്ട് അറ്റാക്ക് വരികയാണ്. അല്ലെ, കൊച്ചു കുഞ്ഞുങ്ങൾക്കും ക്യാൻസർ വരികയാണ്. ഇന്നത്തെ മനുഷ്യന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ബോയിലർ ചിക്കൻ പോലെയാണ്. എന്താ ബോയിലർ ചിക്കന്റെ പ്രത്യേകത എന്നറിയാമോ? മുട്ട വിരിഞ്ഞാൽ പിന്നെ 40-45 ദിവസം കഴിയുമ്പോൾ കഴുത്ത് കട്ട് ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് 40-45 കഴിഞ്ഞാൽ പിന്നെ ബിപിയും ഷുഗറും എന്തും സംഭവിക്കാം. മനുഷ്യന്റെ കാലഘട്ടങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശാരീരിക മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഹല്ലേലൂയ. ഭൗതിക തലത്തിൽ മാറ്റങ്ങൾ. ഇതൊന്നും പറയുവാൻ നിൽക്കുന്ന രാത്രി സമയമില്ല. മനുഷ്യൻ ഇന്നായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ മാറ്റങ്ങളുടെ കാലഘട്ടത്തിലാണ്. സകലത്തിന്റെയും അവസാനത്തിലേക്ക് മനുഷ്യൻ എത്തി നിൽക്കുകയാണ്. ശ്രദ്ധിക്കണമേ. അങ്ങനെ ഒരു തലമുറ നശിച്ചു പോകുന്ന വഷളത്വത്തിൽ നിൽക്കുന്ന ഒരു തലമുറയെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ഒരുക്കിയ പദ്ധതി അത്രേ ഒന്നാമത്തെ ന്യായവിധി അഥവാ ജലപ്രളയം.
Praise the Lord. ആ കാലഘട്ടത്തിൽ ആമേ സകലരും ആമേ ഹല്ലേലൂയ പാപത്തിന് അടിമപ്പെട്ടു എന്ന് കണ്ടപ്പോൾ ആമേ ദൈവം ഒരു മനുഷ്യനെ അതിനകത്തുനിന്ന് കണ്ടെത്തുവാനിടയായി തീർന്നു. അതാണ് നാം വായിച്ചത്. ഹല്ലേലൂയ. ആമേ എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. 7-ാം വാക്യം വായിക്കും, 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുകയാണ്, അനന്തരം യഹോവ നോഹയോട് കൽപ്പിച്ചെന്തെന്നാൽ നീയും സർവ കുടുംബവുമായി പെട്ടകത്തിൽ കടക്കുക, ഞാൻ നിന്നെ ഈ തലമുറയിൽ എന്റെ മുമ്പാകെ നീതിമാനായി കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. നോക്കണമേ, ഹല്ലേലൂയ. പാപത്തിൽ ആമേ ഹല്ലേലൂയ മുങ്ങിക്കുളിച്ചിരിക്കുന്ന ഒരു ആമേ ജനത്തിന്റെ നടുവിൽ, ആമേ ഒരു ജനത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ആമേ ദൈവം വിളിച്ചു പറയുക, ഞാൻ ഒരു മനുഷ്യനെ ഇതിനകത്തുനിന്ന് കണ്ടെത്തിയിരിക്കുന്നു. അത് മറ്റാരുമല്ല, ആമേ അത് നോഹയത്രേ. ഹല്ലേലൂയ. ദൈവം പറയുന്ന ഒരു വാക്കിങ്ങനെയാണ്, ഈ തലമുറയിൽ ഞാൻ നിന്നെ നീതിമാനായി കണ്ടെത്തിയിരിക്കുന്നു. ഇന്ന് രാത്രിനെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആമേ പണമുള്ളതല്ല നിന്റെ യോഗ്യത എന്ന് പറയുന്നത്, ആമേ ആരോഗ്യമുള്ളതല്ല നിന്റെ യോഗ്യത എന്ന് പറയുന്നത്, ആമേ കാറുള്ളതല്ല നിന്റെ ഏറ്റവും വലിയ ആമേ യോഗ്യത എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഈ ലോകത്തിലെ ഒരു സുഖ സൗകര്യങ്ങളും അല്ല എന്റെയും നിന്റെ യോഗ്യത. ദൈവത്തിന്റെ കൃപയുണ്ട് ഉള്ളതാണ്, ആമേ ദൈവത്തിന്റെ കരുണയുള്ളതാണ് എന്റെയും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. ആമേ യിരെമ്യാ പ്രവാചക പുസ്തകം 17-ാം അധ്യായത്തിന്റെ ആമേ ഹല്ലേലൂയ 7-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നു ആരാണ് ഭാഗ്യവാൻ, എന്താണ് ഭാഗ്യാവസ്ഥ. യിരെമ്യാ പ്രവാചക പുസ്തകം 17-ന്റെ 7-ാം വാക്യത്തിൽ പറയുന്നു. ഹല്ലേലൂയ. എന്താ അതൊന്ന് വായിച്ച വേഗത്തിൽ ആരെങ്കിലും. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്ത മനുഷ്യൻ ഭാഗ്യവാൻ. മതി പാസ്റ്ററെ. ഹല്ലേലൂയ. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആരാണ് ഭാഗ്യവാൻ? ദൈവം കൂടെയുള്ളതാണ്. ആമേൻ. ദൈവം എന്റെയും നിന്റെ കൂടെയുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യാവസ്ഥ. ആമേൻ. എന്താണ് ഭാഗ്യം? ഹല്ലേലൂയ. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യനത്രേ ഭാഗ്യവാൻ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആമേ. കർത്താവ് ഏത് പ്രതിസന്ധിയിലും ഏത് പ്രതികൂല ഘട്ടത്തിലും ആമേ നമ്മോട് കൂടെ ഉള്ളതാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. ആമേ. ഇതിനകത്ത് എനിക്കറിയാം ചിലർക്കെങ്കിലും കൊറോണ വന്നിട്ടുണ്ടായിരിക്കാം. എനിക്കും കൊറോണ വന്നു കേട്ടോ. ഹല്ലേലൂയ. ആമേ. ചിലരൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, അയ്യോ കൊറോണ ഒന്നും നമുക്ക് വരത്തില്ല. ആമേ. ഹല്ലേലൂയ. നമ്മളൊക്കെ ആമേ ദൈവത്താൽ ആമേ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. എന്നാൽ എനിക്ക് കൊറോണ വന്നു. ആമേ. ആദ്യം എന്റെ കുടുംബത്തിൽ കൊറോണ വന്നു എനിക്ക് കൊറോണ വന്നപ്പോൾ എന്റെ ഭാര്യ എന്ത് ചെയ്തെന്നറിയാമോ? ആദ്യമൊക്കെ എന്റെ മുറിയിൽ വന്ന് എന്നെ ശുശ്രൂഷിക്കുമായിരുന്നു. ആമേ. കുറച്ച് കഴിഞ്ഞപ്പോൾ ആമേ ഹല്ലേലൂയ പുതിയ സോപ്പ്, പുതിയ തോർത്ത്, ആമേ പുതിയ പ്ലേറ്റ് എല്ലാം മാറുവാനിടയായി തീർന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആമേ ഹല്ലേലൂയ ആമേ ആദ്യം എന്റെ കൂടെ ആയിരുന്നു, ആ റൂമിലായിരുന്നു. കുറച്ച് ഇപ്പൊ മുറി വിട്ട് വേറൊരു മുറിയിലേക്ക് മാറുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ആമേ. ഞാൻ ഇങ്ങനെ പറയാനിടയായി തീർന്നു. കുറച്ചുകൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്റെ ഭാര്യ എന്നെ വിട്ടുപോയേനെ. ആമേ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞവന്റെ താല്പര്യം ഈ ലോകത്തിലെ ബന്ധങ്ങളൊക്കെ ആമേ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്ന ബന്ധങ്ങളാണ്. എന്നാൽ ഹല്ലേലൂയ ഒരിക്കലും പിരിയാത്തൊരു ബന്ധമുണ്ടെങ്കിൽ ആമേ നാം വിശ്വസിക്കുന്ന യേശുവിനുള്ള ബന്ധം മാത്രമേ എന്ന് വിശ്വസിക്കുന്നവർക്കായി ഞങ്ങൾ നാമനെ സ്തുതിക്കുന്നു. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് 46-ാം സങ്കീർത്തനം 1-ാം വാക്യം, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമെത്തി വീണാലും ഞാൻ ഭയപ്പെടുകയില്ല, അവൻ എന്നോട് കൂടെ ഇരിക്കുന്നു. അത് വിശ്വസിക്കുന്നവർക്കായി ഞങ്ങൾ അവനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ, ഈ ലോകത്തിലെ ബന്ധങ്ങളൊക്കെ മരണം കൊണ്ട് തീരുന്ന ബന്ധമാണ്. എന്നാൽ മരണത്താലും തീരാത്തൊരു ബന്ധമുണ്ടെങ്കിൽ അത് ക്രിസ്തുവിനുള്ള ബന്ധം മാത്രമേ ഉള്ളൂ. ഇന്ന് പകൽ ആ ബന്ധം ഒന്നുകൂടി പുനഃസ്ഥാപിക്കുന്ന ദൈവജനത്തിനായി ഞങ്ങൾ അവനെ സ്തുതിക്കുകയാണ്. എവിടേക്കോ
അന്യതെന്ന് പോയ, എവിടേക്കോ ആമേഹലല്ലേ വിട്ടുമാറിയ, എവിടേക്കോ ദൈവ പദ്ധതിയിൽ നിന്ന് ആമേഹലെ വഴിമാറിയ, എവിടേക്കോ ദൈവിക ആലോചനയിൽ നിന്ന്, പ്രാർത്ഥനയിൽ നിന്ന്, ആരാധനയിൽ നിന്ന് വ്യതിമാറിയ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധത്തിൽ നിന്ന് മടങ്ങി വാ. ഹല്ലേലൂയ. നിന്നെ അവസാനത്തോളം നിർത്തുന്ന ഏക ബന്ധം അത് ക്രിസ്തുവുള്ള ബന്ധമത്രേ. ഹല്ലേലൂയ. മറ്റൊരുത്തലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മുകളിൽ ഏക നാമം അത് യേശുവിന്റെ നാമമത്രേ. ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. ഞാൻ മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. നശിച്ചു പോകുന്ന ഒരു തലമുറയിൽ നിന്ന് ഹല്ലേലൂയ അടുത്തൊരു തലമുറയെ രക്ഷിക്കുവാൻ ദൈവം പ്ലാൻ ചെയ്തിട്ട് പദ്ധതിയിട്ടിട്ട് ദൈവദാസനായ നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ കൊടുത്തുകൊണ്ട് നോഹയോട് പറയുക, നോഹ നീ ഒരു പെട്ടകം പണിയുക. ആമേൻ. ഒന്നാം കാലഘട്ടത്തിൽ നശിച്ചു പോകുന്ന തലമുറയെ പുറത്തു കൊണ്ടുവരുവാൻ, രക്ഷിക്കുവാൻ ദൈവം തെരഞ്ഞെടുത്ത പദ്ധതിയായിരുന്നു നോഹയുടെ കാലത്തെ പെട്ടകമെങ്കിൽ ഈ അവസാന കാലഘട്ടത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്ന, നശിച്ചുകൊണ്ടിരിക്കുന്ന തന്റെ ജനത്തെ തകർച്ചയിൽ നിന്ന്, പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ യഹോവയായ ദൈവം തെരഞ്ഞെടുത്ത പെട്ടകമത്രേ കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. ഒന്നാം കാലഘട്ടത്തിൽ മാനവരാശിയെ വിടുവിക്കുവാൻ ദൈവം നോഹയുടെ കാലഘട്ടത്തിൽ പെട്ടകം പണിതുവെങ്കിൽ അവസാന കാലഘട്ടത്തിൽ ദൈവം തെരഞ്ഞെടുക്കപ്പെട്ട ഏക പെട്ടകം എന്ന് പറയുന്നത് മറ്റൊന്നല്ല, അത് ക്രിസ്തുവാകുന്ന പെട്ടകം അത്രേ. അടുത്ത വാക്കിലേക്ക് ഞാൻ വരട്ടെ. അവിടെ 8-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിച്ചു, യഹോവയായ ദൈവം നോഹയെയും പെട്ടകത്തുള്ള സകലത്തെയും ഓർത്തു. എന്താണ് ദൈവം നോഹയെയും കുടുംബത്തെയും ഓർക്കുവാൻ കാരണമായി തീർന്നത്? അതാണ് ഇന്ന് രാത്രി എന്റെ സന്ദേശം. വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾക്ക് കുറിച്ചിടാൻ പറ്റുമെങ്കിൽ കുറിച്ചിടുക. എനിക്കറിയാം അത് പൂർത്തീകരിക്കാൻ കഴിയത്തില്ല. പക്ഷേ ഒരു പോയിന്റിൽ മാത്രമേ എനിക്ക് അവസാനിപ്പിക്കുവാൻ കഴിയുള്ളൂ. എങ്കിലും നിങ്ങളൊന്ന് കുറിച്ചിട്ടേക്കുക. എന്താണ് നോഹയും കുടുംബവും പെട്ടകത്തുള്ള സകലത്തെയും ദൈവം ഓർക്കുവാൻ കാരണം? നോഹയുടെ 7 സവിശേഷ ഗുണങ്ങളാണ് ദൈവം നോഹയെ ഓർക്കുവാൻ കാരണമായി തീർന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ നോഹയുടെ ജീവിതത്തിലെ 7 ഗുണഗണങ്ങളാണ് യഹോവയായ ദൈവം നോഹയെ ഓർക്കുവാൻ കാരണമായി തീർന്നത്. ഞാൻ ആദ്യം 7 ഗുണങ്ങളെ പറ്റി ഒന്ന് പറയാം. ഒന്നാമത്തെ നോഹയുടെ പ്രത്യേകത, നോഹ നീതിമാനായിരുന്നു. ആ കാലഘട്ടത്തിൽ നോഹ നീതിമാനായിരുന്നു. 2 നോഹ നിഷ്കളങ്കനായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ട, ദൈവത്തിന്റെ ഉദ്ദേശത്തിൽ നിന്ന് വഴിമാറിപ്പോയ ഒരു ജനത്തിന്റെ നടുവിൽ നിന്ന് ദൈവം നിഷ്കളങ്കനായ ഒരു ഭക്തനെ കാണുവാനിടയായി തീർന്നു. 3 നോഹ ദൈവത്തോടുകൂടെ നടന്നു. 4 നോഹ ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ചു. 5 നോഹ ദൈവം പറഞ്ഞത് കേട്ട് അതുപോലെ പ്രവർത്തിച്ചു, അഥവാ പെട്ടകം പണിതു. 6 നോഹ ദൈവത്തിന്റെ നീതിയെ കുറിച്ച് പ്രസംഗിച്ചു. 7 നോഹ ദൈവത്തിനു വേണ്ടി ആദ്യത്തെ യാഗപീഠം പണിയുവാനിടയായിട്ടുണ്ട്. അഥവാ രക്ഷപ്പെട്ട ശേഷം നോഹ ദൈവത്തിനു വേണ്ടി ആരാധന കഴിക്കുവാനിടയായി തീർന്നു. നമ്മളൊക്കെ പറയാറുണ്ട്, കർത്താവേ എന്നെ ഇതിൽ നിന്ന് വിടുവിച്ചാൽ ഞാൻ അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, ഞാൻ ഒരു ആലയത്തിന് വേണ്ടി തറക്കല്ലിടാം, എന്നെ ഈ വിഷയത്തിൽ നിന്ന് ഒരു വിടുതൽ നൽകിയാൽ ഞാൻ ആലയത്തിന് 10,000 രൂപ തന്നേക്കാം, ഞാൻ അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. സാധാരണയായി ഇത് കൂടുതലും പറയുന്നത് ഡിസംബർ മാസം 31-ാം തീയതി. അന്നത്തെ സാക്ഷ്യം ഒരു 1.5 സാക്ഷ്യമാണ്. അതുവരെ പറയാത്തൊരു സാക്ഷ്യം. കഴിഞ്ഞ കാലങ്ങളിൽ എനിക്ക് വല്ലവനായിരുന്നു, അല്ലവനായിരുന്നു, എന്നാൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല.
അടുത്ത വർഷം ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. ഹല്ലേലൂയ. പണ്ട് പിണറായി സർക്കാർ പറഞ്ഞതുപോലെ എല്ലാം ശരിയാക്കി തരാം. എല്ലാ മാസവും എല്ലാ വർഷവും ഡിസംബർ മാസം 31-ാം തീയതി കർത്താവിനോട് പറയാറുള്ള സാക്ഷ്യമാണ് എല്ലാം ശരിയാക്കി തരാം. എന്നാൽ നാം ഒന്നും ചെയ്യാറില്ല. ഹല്ലേലൂയ. പലപ്പോഴും വിടുതൽ ലഭിച്ചിട്ടും പലപ്പോഴും നിന്റെ വിഷയത്തിന് പരിഹാരം ലഭിച്ചിട്ടോ മറുപടി കാണാത്ത പല മണ്ഡലങ്ങളിലോ നിനക്ക് വേണ്ടി രാത്രിയുടെ 4-ാം യാമത്തിലും അവൻ വെളിപ്പെട്ടു വന്നിട്ടോ അയ്യോ ഇന്നലകളെ മറന്നുകൊണ്ട്, അവൻ ചെയ്ത വഴികളെ മറന്നുകൊണ്ട്, അവൻ ചെയ്ത നന്മകളെ മറന്നുകൊണ്ട് ആരെങ്കിലും ഇന്ന് രാത്രി വഴി മാറിപ്പോകുന്നുവെങ്കിൽ പരിശുദ്ധ മടങ്ങി വാ. ഹല്ലേലൂയ. ദൈവത്തിന് ഹിതപ്രകാരമുള്ള ആരാധനയ്ക്കായി ദൈവസഭയെ ദൈവജനമേ മടങ്ങി വാ. ദൈവത്തിന്റെ ദാസനായ നോഹ എന്താ ചെയ്തോ? ജലപ്രളയത്തിൽ നിന്ന് ന്യായവതിയിൽ നിന്ന് രക്ഷപ്പെട്ട ശേഷം ആദ്യം അവൻ ചെയ്തത് ഒരു യാഗപീഠം പണിയുകയായിരുന്നു. ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി യാഗപീഠം പണിയായിരുന്നു. നമ്മളൊക്കെ ക്വാറന്റൈൻ കഴിഞ്ഞപ്പോൾ, കോവിഡ് കഴിഞ്ഞപ്പോൾ ആദ്യം ചെയ്ത് എങ്ങോട്ടാ? കുറെ നാളായി കേരളത്തിലേക്ക് പോയിട്ട് ഒന്ന് കേരളത്തിലേക്ക് പോയി വരാം. ഹല്ലേലൂയ. നമ്മൾ അങ്ങോട്ടങ്ങ് വണ്ടി കയറി. എന്നാൽ ഹല്ലേലൂയ ഒരു കാര്യം മറന്നു പോകരുത്. അല്പകാലത്തേക്ക് നമ്മുടെ ദൈവം നമുക്ക് മറഞ്ഞിരുന്നെന്ന് തോന്നാമെങ്കിലോ ശ്രദ്ധിക്കുക. അല്പസമയത്തേക്ക് കഷ്ടത്തിന്റെ പാനപാത്രവും ഞെരുക്കത്തിന്റെ അപ്പവും നമുക്ക് തന്നാലോ നമ്മുടെ ഉപദേഷ്ടാവും മറഞ്ഞിരിക്കയില്ല. അവൻ മറഞ്ഞിക്ക് പുറത്തു വരുന്ന ദൈവമാണ്. ഇന്ന് രാത്രി ആരെങ്കിലും മറഞ്ഞിരിക്കുന്നുവെങ്കിൽ പരിശുദ്ധം പറയുന്നു, മറഞ്ഞിക്ക് പുറത്തു കൊണ്ടുവരുന്ന ദൈവം ഇന്ന് രാത്രിയിൽ നമുക്ക് വേണ്ടി വെളിപ്പെടുകയാണ്. ഞാൻ മടങ്ങി വരട്ടെ. എന്താണ് പ്രിയപ്പെട്ടവരെ? ദൈവദാസനായ നോഹയെ ദൈവം ഓർക്കുവാൻ കാരണമായി തീർന്നത് മറ്റൊന്നല്ല, അവൻ നീതിമാനായിരുന്നു. ആ കാലഘട്ടത്തിൽ അവൻ നീതിമാനായിരുന്നു. ഇന്ന് രാത്രിയിലെ മെസ്സേജിലൂടെ പരിശുദ്ധാത്മാവ് പറയുന്നത്, നിന്റെ ജീവിതത്തിന് മാറ്റം വേണമെങ്കിൽ, നിന്റെ വിഷയത്തിന് മറുപടി വേണമെങ്കിൽ, നീ കരയുന്ന വിഷയത്തിന്മേൽ അത്ഭുതം നടക്കണമെങ്കിൽ 40 ദിവസം ഉപവസിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. അതിനപ്പുറത്ത് ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ പകരണമെങ്കിൽ ദൈവത്തിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവസഭയെ, ദൈവമക്കളെ നാം നീതിയോടെ ദൈവത്തെ സേവിക്കുന്നവനായി തീരുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ദൈവം നമ്മെ ഓർക്കുവാനിടയായി തീരും. ആ കാലഘട്ടത്തിൽ ദൈവം അങ്ങനെയാ പറയുന്നത്. ആ കാലഘട്ടത്തിൽ ദൈവം അവനെ നീതിമാനായി കണ്ടു. അങ്ങനെയെങ്കിൽ ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന എന്നെയും നിങ്ങളെ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മ പറയട്ടെ, ദൈവം പറയട്ടെ, ഈ കാലഘട്ടത്തിൽ റെജി ഞാൻ നിന്നെ നീതിമാനായി കണ്ടിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ രമേശൻ ഞാൻ നിന്നെ നീതിമാനായി കണ്ടിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ലിഡിയ ആന്റി ഞാൻ നിന്നെ നീതിയായി കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. മറ്റൊരു സാക്ഷ്യമല്ല വേണ്ടത്. നോഹയ്ക്ക് ലഭിച്ച സാക്ഷ്യം ഇന്ന് പകലിൽ, ഇന്ന് രാത്രിയിൽ പ്രാപിക്കുവാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ അടുത്ത സമയങ്ങളിൽ ദൈവം നമ്മെ ഓർക്കുവാൻ പോകുകയാണ്. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകാം. ഒന്ന്, നോഹ നീതിമാനായിരുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നു, നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നോ അവൻ വിടുവിച്ചു. നീ നീതിമാനെങ്കിൽ, നീ നിഷ്കളങ്കനെങ്കിൽ, നിന്റെ നിലവിളി കേട്ട് നിന്നെ വിഷയത്തിൽ നിന്ന് വിടുവിക്കുവാൻ അവൻ ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. ഞാൻ എന്റെ പ്രധാന വിഷയത്തിൽ കടക്കുവാൻ ആഗ്രഹിക്കുന്നു. 2, നോഹ നിഷ്കളങ്കനായിരുന്നു. നോഹയുടെ ഗുണം, അവൻ നിഷ്കളങ്കനായിരുന്നു. ഏത് പ്രതിസന്ധിയിലോ, ഏതെല്ലാം പ്രതികൂല സാഹചര്യങ്ങളിലും ഹല്ലേലൂയ
ദൈവഭക്തനായ നോഹ ആമേ നിഷ്കളങ്കതയോടെ ദൈവത്തെ സേവിക്കുവാനിടയായി തീർന്നു. നമ്മളാണെങ്കിൽ അതിന് ഒരു പ്രതികൂലം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ ആമേ കല്ലെ ബുദ്ധിയിലൂടെ പലതും ചെയ്യുവാൻ നമ്മൾ തീരുമാനിക്കാറുണ്ട്. എന്നാൽ ഹല്ലേലൂയ ദൈവദാസനായ നോഹയുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വന്നപ്പോൾ അവൻ നിഷ്കളങ്കതയോടെ ദൈവം പറയുന്നത് കേട്ട് പ്രവർത്തിപ്പാൻ അവൻ തയ്യാറായതുകൊണ്ട് യഹോവ അവനെ ഓർക്കുവാനിടയായി തീർന്നു. മൂന്നാമത്തെ കാര്യം പറയുന്നു, നോഹ ദൈവത്തോട് കൂടെ നടന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തോട് കൂടെ നടന്നാൽ നമ്മുടെ തലമുറ ദൈവത്തോട് കൂടെ നടക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നോഹയെ കുറിച്ച് പറയുക, നോഹ ദൈവത്തോട് കൂടെ നടന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സോറി, എനിക്ക് ഒന്ന് രണ്ട് ഫോൺ വരുന്നത് കൊണ്ട് അല്പം പ്രശ്നം ഉണ്ടായി. നോഹ ദൈവത്തോടു കൂടെ നടന്നു. പ്രൈസ് ദി ലോർഡ്. രണ്ടുപേർ ദൈവത്തോടു കൂടെ നടന്നുവെന്ന് അടുത്തടുത്ത അധ്യായങ്ങളിൽ പറയുന്നു. ഒന്ന് ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. ഹല്ലേലൂയ. അതിന്റെ 5-ാം അധ്യായത്തിന്റെ ഉൽപ്പത്തി 5-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, ദൈവം അവനെ എടുത്തത് കൊണ്ട് കാണാതെയായി. ഹല്ലേലൂയ. 6-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ കാണുന്നു, നോഹ ദൈവത്തോടു കൂടെ നടന്നു. ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ്? ഹല്ലേലൂയ. നോഹയുടെ വല്യപ്പച്ചനാണ് ഹാനോക്ക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹാനോക്കിന്റെ കൊച്ചുമകനാണ് നോഹ. എന്ന് വെച്ചാൽ വല്യപ്പച്ചൻ ദൈവത്തോടു കൂടെ നടന്നതുകൊണ്ട് കൊച്ചുമകനും ദൈവത്തോടു കൂടെ നടന്നു. മനസ്സിലാകുന്നവർക്ക് അവനെ ശ്രദ്ധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനും നിങ്ങളും ദൈവത്തോടു കൂടെ നടന്നാൽ അടുത്ത തലമുറ നമുക്ക് പുറകെ പുറത്തു വരുമെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്കായി ഞങ്ങൾ അവനെ ശ്രദ്ധിക്കുകയാണ്. ആരെങ്കിലും ഇന്ന് രാത്രി തലമുറയെ കുറിച്ചുകൊണ്ട് തലമുറ ഓർത്തുകൊണ്ട് ഭാരപ്പെടുന്നവർ, വേദനിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്, ഈ കാലഘട്ടങ്ങളിൽ നീ വിചാരിച്ചിട്ടില്ലാത്ത സമയത്ത് നിന്റെ തലമുറയെ അവൻ പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. യേശുവിൻ നാമത്തിൽ ഈ ദൂത് സ്വീകരിക്കുന്നവർക്കായി ഞങ്ങൾ അവനെ ശ്രദ്ധിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ശബ്ദമുണ്ട്. എന്നാൽ എന്റെ എന്തായിരുന്നു ജീവിതമെന്ന് ഞാനൊന്ന് അല്പം പറയട്ടെ. എന്റെ കുടുംബം ഒരു മാർത്തോമ കുടുംബത്തിൽ ഉണ്ടായിരുന്നു. മാർത്തോമ കുടുംബത്തിൽ ജനിച്ചതാണ് ഞാൻ. അച്ഛന്മാരും തിരുമേനിയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കുടുംബമാണ് എന്റെ കുടുംബം, എന്റെ പിതാവിന്റെ കുടുംബം. എന്നാൽ എന്റെ പിതാവ് ഭയങ്കര മദ്യപാനിയായിരുന്നു. മിലിറ്ററി ഉദ്യോഗസ്ഥരായിരുന്നു. മിലിറ്ററിയിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ കുറെ കുപ്പിയുമായിട്ട് കൂട്ടുകാർ ഒരുമിച്ച് കടന്നു വന്നിട്ട് പമ്പയാറ്റിൽ നിന്ന് മീനും പിടിച്ച് കുപ്പിയും പൊട്ടിച്ച് നാട്ടുകാർക്കും വീട്ടുകാർക്കും അച്ഛന്മാർക്കും തിരുമേനിമാർക്കും എല്ലാം തലവേദനയായി ഒരു ഭാരമായി എന്റെ പിതാവ് കുറെ കാലം ജീവിപ്പാനിടയായി തീർന്നു. വീട്ടിൽ വന്നാൽ അന്ന് മുതൽ എന്റെ മാതാവിന് ഉപദ്രവമാണ്. ഉപദ്രവം സഹിക്കവയ്യാതെ പല പ്രാവശ്യം മാതാവിനെ വിളിച്ചുകൊണ്ട് എന്റെ മമ്മിയുടെ പപ്പ അപ്പച്ചൻ കൊണ്ടുപോകുവാനിടയായി തീർന്നു. മാതാവ് കണ്ണുനീരോടെ ഉപവസിപ്പാനും പ്രാർത്ഥിപ്പാനും ഇടയായി തീർന്നു. അന്ന് മാർത്തോമയിലായിരുന്നെങ്കിലും അന്ന് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അവസാനം കുടി വർദ്ധിക്കുവാനിടയായി തീർന്നു. മദ്യപാനം വർദ്ധിക്കുവാനിടയായി തീർന്നു. എല്ലാം നഷ്ടപ്പെട്ടു. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അവസാനം എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോൾ പമ്പയാറ്റിൽ ചാടി മരിക്കുവാൻ എന്റെ മാതാവ് പത്തുകെട്ടിരിക്കുമ്പോൾ എന്റെ അപ്പച്ചന് വല്യപ്പച്ചന് എങ്ങനെയോ ഒരു പ്രേരണ കിട്ടിയിട്ട് എന്റെ മാതാവിനോട് ഒന്ന് പറഞ്ഞു, ഇനി നീ ഇവിടെ നിന്നാൽ ശരിയാകത്തില്ല, നിന്നെ കൊണ്ട് ഞാൻ പോവുകയാന്ന് പറഞ്ഞ് എന്റെ മാതാവിനെ വിളിച്ചുകൊണ്ട് എന്റെ വല്യപ്പച്ചൻ പുനലൂരിനടുത്ത് അഞ്ചലിനടുത്ത് ഒരു സ്ഥലത്ത് പോയി താമസം ആരംഭിക്കുവാനില്ല. എന്റെ മാതാവും ഞങ്ങൾ 5 മക്കൾ ഞങ്ങൾ ശിവ ഞാൻ മീറ്റിംഗിലാണെന്ന് പറ. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ഞങ്ങള് 5 മക്കൾ, പ്രൈസ് ദി ലോർഡ്, 5 മക്കളെയും കൂട്ടിയിട്ട്
ആമേൻ ഞങ്ങൾ അഞ്ചലിൽ പോയി താമസിക്കുവാനിടയായി തീർന്നു. ആമേഹല്ലേലൂയ. ഒന്നുമില്ലാത്ത അവസ്ഥ, ശൂന്യമായ അവസ്ഥ. ആമേ പിതാവിൽ നിന്ന് ഒരു സമ്പത്തില്ല. ആമേഹല്ലേലൂയ. സാലറി കിട്ടിയാൽ അത് മുഴുവൻ മദ്യപിച്ചു ആമേഹല്ലേലൂയ തീർക്കും. ആമേ ഒരു പൈസയുടെ ആമേഹല്ലേലൂയ ഗുണമില്ല. ആമേ രണ്ടാമത്തെ പെങ്ങൾക്ക് സിസ്റ്ററിന് ആമേ ബ്രെയിൻ ട്യൂമറിന്റെ അസുഖമായിട്ട് ആമേഹല്ലേലൂയ പല ഹോസ്പിറ്റലിൽ മാറി മാറി ചികിത്സ ആരംഭിച്ചു. എവിടെ പോയിട്ടും ഒരു വിടുതലുമില്ല. അവസാനം അപ്പച്ചൻ ഉണ്ടായിരുന്ന സ്ഥലമെല്ലാം വിറ്റ് എന്റെ സഹോദരിക്ക് വേണ്ടി ചികിത്സ നടത്തുവാനിടയായി. അവസാനം വെല്ലൂർ ഹോസ്പിറ്റലിൽ നിന്ന് കൈവിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് കടത്തിയിരിക്കുകയാണ്. ഇനിയൊരു വിടുതലില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് സഹോദരിയെ കടത്തിയിരിക്കുകയാണ്. ആ സമയത്ത് എനിക്ക് 1 വയസ്സ് പ്രായമുള്ളപ്പോൾ എന്റെ മാതാവ് തീരുമാനിച്ചു, ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, മരിക്കത്രേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രാത്രി എന്നെയും എടുത്തുകൊണ്ട് വിളക്ക് കത്തിച്ച് സഹോദരങ്ങളെ കിടത്തിയിട്ട്, പ്രിയപ്പെട്ടവരെ, പുനരുത്തൂക്കുപാലത്തിൽ നിന്ന് ചാടി മരിക്കുവാൻ എന്റെ മാതാവ് യാത്ര തുടങ്ങി. അന്ന് രാത്രി ആ റബ്ബറും തോട്ടത്തിന്റെ ഇടയിലൂടെ കൂരിട്ടിലൂടെ നടന്നു പോകുമ്പോൾ ആരുമില്ലാത്ത സ്ഥലത്ത് എന്റെ മാതാവ് ഒരു ശബ്ദം കേൾക്കുവാനിടയായി തീർന്നു. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 43-1 ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. നീ വെള്ളത്തിൽ കൂടി കടന്നാൽ അവ നിന്റെ മീതെ കവിയയില്ല. നീ തീയിൽ കൂടി നടന്നാൽ അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. അങ്ങനെ വെള്ളത്തിൽ ചാടി മരിക്കാൻ പോകുമ്പോൾ ആ കൂരിട്ടിൽ മാതാവ് കേട്ട ശബ്ദമാണ്, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. അങ്ങനെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ രാത്രിയിൽ ആ കരയിലൂടെ പുറത്ത് കടത്തിയിട്ട് എന്നെ കിടത്തിയിട്ട് എന്റെ മാതാവ് ഇങ്ങനെ പറഞ്ഞു, ഈ കുഞ്ഞിനെ ഞാൻ കൊല്ലുവാൻ കൊണ്ടുപോയതാണ്. ആ മേഖലയിൽ ഈ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു വന്നിരിക്കുന്നു, അതുകൊണ്ട് ഇവൻ നിനക്ക് വേണ്ടിയുള്ളവനാണ്. അന്ന് 1 വയസ്സിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എന്നെ സമർപ്പിക്കുവാനിടയായി തീർന്നു. മടങ്ങി വീട്ടിൽ വന്നു, വിളക്ക് കത്തിച്ചു, പ്രാർത്ഥന ആരംഭിച്ചു. പിറ്റേ ദിവസം മുതൽ ഹല്ലേലൂയ താഴെ മാർത്തോമാ ചർച്ച്, മുകളിൽ പെന്തക്കോസ്ത് ചർച്ച്, പെന്തക്കോസ്ത് കൂട്ടായ്മയ്ക്ക് രഹസ്യമായി പോകുവാൻ തുടങ്ങി. മച്ചന്മാരും അമ്മായിമാരും എല്ലാവരും പറയാനിടയായി തീർന്നു, ഇവിടെ സഭയില്ലാഞ്ഞിട്ടാണോ, ഇവിടെ പ്രാർത്ഥന ഇല്ലാഞ്ഞിട്ടാണോ അങ്ങോട്ട് പോകുന്നത്, എന്തിന് അങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ച് കളിയാക്കുവാനിടയായി തീർന്നു. എന്നാൽ എന്റെ മാതാവ് കണ്ണുനീരോടെ അവിടെ കടന്നുപോയി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാനിടയായി തീർന്നു. ചില മാസങ്ങൾ മുന്നോട്ട് കടന്നുപോയി. വെള്ളം പോലും ഇറക്കാത്ത എന്റെ സഹോദരി സഹോദരിയുടെ ശരീരത്തിന് മാറ്റം സംഭവിക്കാനിടയായി. വിടുതൽ ലഭിക്കുവാൻ തുടങ്ങി. അവൾ വെള്ളം കുടിക്കുവാൻ തുടങ്ങി. അവൾ ഭക്ഷണം കഴിക്കുവാൻ തുടങ്ങി. ആ മാറ്റം കണ്ടപ്പോൾ എന്റെ മാതാപിതാക്കളോട് പറഞ്ഞു, ഞാൻ എന്റെ പിതാവിന് വേണ്ടി, എന്റെ ഭർത്താവിന് വേണ്ടി ഇനി ഉപവസിപ്പാൻ തീരുമാനിക്കുകയാണ്. 40 ദിവസം പിന്നെ ഉപവാസം ആരംഭിച്ചു. ഇതിനിടയ്ക്ക് എന്റെ പിതാവിന് ഒരു അറിവ് കിട്ടി. ഹല്ലേലൂയ. ലീലാമ്മ പെന്തക്കോസ്തി ചേർന്നെന്ന്. എന്റെ പിതാവ് അറിവ് കിട്ടിയപ്പോൾ അവിടെ നിന്നൊരു ടെലഗ്രാം അയച്ചു. എടി കുടിയന്മാര് ഭാര്യമാരെ തല്ലുന്നതും പെന്തക്കോസ്താരെ തുള്ളുന്നതും ഒരുപോലെയാ. അതുകൊണ്ട് ഇനി നീ പെന്തക്കോസ്തി പോയെന്നറിഞ്ഞാൽ ഞാൻ വരുന്നത് നിന്നെ കുഴിച്ചു മൂടാനായിരിക്കും, ജീവനോടെ കുഴിച്ചു മൂടാനായിരിക്കും. അതുകൊണ്ട് മേലാൽ പെന്തക്കോസ്തി പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടെലഗ്രാം അയച്ചു. ഈ ടെലഗ്രാം കിട്ടിയിട്ട് അത് വെച്ച് എന്റെ മാതാവ് പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ എന്റെ പിതാവ് പഞ്ചാബ് കാശ്മീരിൽ നിന്ന് യാത്ര പുറപ്പെട്ട് ട്രക്കിൽ ഇങ്ങനെ അവർ പട്ടാളക്കാർ ഒരുമിച്ച് യാത്ര ചെയ്ത് നാട്ടിലേക്ക് വരികയാണ്. വരുന്നതിന് ഉദ്ദേശം മാതാവിനെ കൊല്ലണം, അല്ലെങ്കിൽ രണ്ടിലൊന്ന് സംഭവിക്കണം. ചിന്തയുമായി കടന്നു വരുമ്പോൾ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് ഉണ്ടായി. ലുധിയാനയിൽ വെച്ച് എന്റെ പിതാവിന്റെ ട്രക്ക് മറിഞ്ഞ് അവർ വന്ന പട്ടാളക്കാരുടെ ട്രക്ക് മറിഞ്ഞ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിറ്റ് ചെയ്യുവാനിടയായി തീർന്നു. ആ കിടക്കയിൽ കിടന്ന് ആ കിടക്കയിൽ കിടക്കുമ്പോഴും പക മനസ്സിലാണ്. അവള് കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്, അവള് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് അടങ്ങാത്ത പകയുമായി ഐസിയുണിറ്റിൽ കിടക്കുമ്പോൾ ഒരു രാത്രി സർവശക്തനായ ദൈവം എന്റെ പിതാവിന്റെ മുറിയിൽ ഹോസ്പിറ്റൽ മുറിയിൽ പ്രത്യക്ഷപ്പെടുവാനിടയായി തീർന്നു. ഒരു ദർശനം കണ്ടു. ആ ദർശനത്തിലൂടെ എന്റെ പിതാവ് ആ കിടക്കയിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, ഇനി ഞാൻ ജീവിക്കുന്നെങ്കിൽ നിനക്ക് വേണ്ടി ജീവിക്കാൻ തയ്യാറാണ്.
ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് ചില നാളുകൾ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഹല്ലേലൂയ കൊമ്പം മീശയ്ക്ക് എടുത്ത് മാറ്റി ഹല്ലേലൂയ ഒരു കുട്ടപ്പനായി ഒരു പുതിയ കുഞ്ഞാടിനെ പോലെ ഹല്ലേലൂയ വീട്ടിൽ കയറി വന്നു. വീട്ടിൽ വന്നപ്പോൾ എന്റെ വല്യമ്മച്ചിയുണ്ട്, മമ്മിയുടെ ചേട്ടത്തിയുണ്ട്, അടുത്തൊരു അമ്മാമ്മയുണ്ട്. എല്ലാവരുടെയും മുമ്പിൽ നിന്നുകൊണ്ട് പിതാവ് ചിരിച്ചുകൊണ്ട് പറയുക, എടി ലീലേ, നിന്റെ ദൈവം എന്റെ ദൈവം, എന്റെ ദൈവം നിന്റെ ദൈവം. ഇനി നീ തെക്കോട്ടെങ്കിൽ ഞാൻ പടിഞ്ഞാറോട്ടല്ല, നീ പോകുന്നിടത്ത് ഞാനുമുണ്ട്. ഹല്ലേലൂയ. ഇത് കേട്ടപ്പോൾ സേവ്യ സംഘത്തിന്റെ സെക്രട്ടറിയായ വല്യമ്മച്ചി പറയുക, എടി തോമസ് കുട്ടിക്ക് ഇത്രയും മാറ്റമുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനു നിൽക്കണം, ഞാനും ഉണ്ട് സ്ഥാനപ്പെടാൻ. അടുത്തൊരു അമ്മാമ പറയുക, ഇനി ഞാൻ എന്തിനു നിൽക്കണം, ഞാനും സ്ഥാനപ്പെടാൻ തയ്യാറാണ്. വലിയ മമ്മിയുടെ ചേട്ടത്തി പറഞ്ഞു, എന്നാ പിന്നെ ലീല നിങ്ങളോടൊപ്പം ഞാനും സ്ഥാനപ്പെടാൻ പോവുകയാണ്. പിറ്റേ ആഴ്ച 5 പേർ ഒരുമിച്ച് സ്നാനപ്പെടുവാനിടയായി തീർന്നു. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ദൈവം ഓർത്തവനെ കരുതുന്ന ദൈവം, കരുതിയവനെ കൊണ്ടെത്തിക്കുന്ന ദൈവം ഇന്ന് രാത്രി ദൂത് കേൾക്കുന്നവർക്കായി സൂചിക്കുന്നു. ആരുടെ ജീവിതത്തിൽ കുടുംബങ്ങളിൽ ചില മാറ്റങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാ. യേശുവിൻ നാമത്തിൽ സ്വീകരിക്കുന്നവർക്കായി നിങ്ങൾ അവനെ സൂചിക്കുന്നു. ഏതൊക്കെയോ മണ്ഡലങ്ങളിൽ ചില വിടുതൽ യേശുവിൻ നാമത്തിൽ രാത്രി സംഭവിക്കാൻ പോകുന്നു. നിന്റെ മേൽ ദൈവത്തിന്റെ കൃപ ലഭിച്ചാൽ, നിന്റെ മേൽ ദൈവത്തിന്റെ അനുഗ്രഹം വെളിപ്പെട്ടാൽ, അവൻ നീ ആള് മാറോ, നിന്റെ അവസ്ഥ മാറോ, നിന്റെ കുടുംബത്തിന്റെ സ്ഥിതി മാറോ. ഇന്ന് രാത്രി ദൂത് സ്വീകരിക്കുന്നവർക്കായി നിങ്ങൾ അവരെ സ്തുതിക്കുകയാണ്. കരങ്ങളെ ഉയർത്തുമെന്ന് നന്ദി പറഞ്ഞ കർത്താവിന് യേശുവിൻ നാമത്തിൽ പെന്തക്കോസ്ത് എന്ന് സ്ഥാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്റെ പിതാവ് ആദ്യത്തെ തീരുമാനം 40 ദിവസം ഉപവാസം. ആമേൻ. ഉപവാസം എടുത്ത് ഹല്ലേലൂയ എന്റെ പിതാവ് ഹല്ലേലൂയ 22ാമത്തെ ദിവസം ഒരു ടെലഗ്രാം വരികയാണ് പാകിസ്ഥാൻ യുദ്ധത്തിലേക്ക് പോകുവാൻ വേണ്ടി. ഹല്ലേലൂയ. എന്റെ മാതാവ് പറഞ്ഞു, ഈ മനുഷ്യൻ എനിക്ക് തിരിച്ചു കിട്ടിയതാണ്, ഇനി യുദ്ധത്തിൽ പോയി പാകിസ്ഥാൻ വെടിയുണ്ട കൊണ്ട് ഹല്ലേലൂയ മരിക്കാനാണോ ഈ മനുഷ്യനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നെന്ന് ചോദിച്ചു. എന്നാൽ പോകുന്ന സമയത്ത് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് എന്റെ പിതാവ് പറഞ്ഞു, എടി നീലേ, ഞാൻ പോയതുപോലെ വേഗത്തിൽ മടങ്ങി വരും. യുദ്ധത്തിന് പോകുന്ന സമയത്ത് പറഞ്ഞ വാക്കിങ്ങനെയാണ്, ഞാൻ പോയതുപോലെ വേഗത്തിൽ മടങ്ങി വരും. അവിടെ ചെന്ന് ഡൽഹിയിൽ ചെന്ന് കമാൻഡറിന്റെ ഓഫീസിൽ ചെന്നിട്ട് യുദ്ധത്തിനുള്ള ഓർഡർ ലെറ്റർ വാങ്ങാൻ വേണ്ടി കമാൻഡറിന്റെ ഓഫീസിൽ ചെന്നപ്പോൾ എന്റെ പിതാവിന്റെ കയ്യിൽ ലഭിക്കുന്ന മറ്റൊരു ലെറ്ററാണ്. ഹല്ലേലൂയ. കാശ്മീരിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്കുള്ള ട്രാൻസ്ഫർ ലെറ്റർ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ സംഭവിക്കാത്തത് ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിന്റെ സംഭവിക്കാത്തത് ചരിത്രങ്ങളുടെ വിധിയെ തിരുത്തിയെഴുന്ന ദൈവശക്തി, നിയമത്തെ തിരുത്തിയെഴുന്ന ദൈവശക്തി, ആരുടെയൊക്കെയോ രേഖയെ തിരുത്തിയെഴുന്ന ദൈവശക്തി ഇന്ന് രാത്രി എനിക്കും നിനക്കും വേണ്ടി വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി ഒന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. നിനക്ക് വിരോധമായി നിൽക്കുന്ന ചില രേഖകൾ വഴിമാറട്ടെ. ദാനിയേലിന് വിരോധമായി രേഖ എഴുതി, എന്നാൽ ദാനിയേലിന് വിരോധമായിട്ട് രേഖയുടെ സ്വർഗത്തിലെ ദൈവം മറ്റൊരു രേഖ എഴുതുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്റെ പിതാവിന് വേണ്ടി ദൈവം മറ്റൊരു രേഖ വെളിപ്പെടുത്തുവാനിടയായി. ഇന്ത്യയുടെ ചരിത്രത്തിൽ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. ആമേൻ. ഹല്ലേലൂയ. യുദ്ധത്തിന് ഓർഡർ കൊടുത്തിട്ട് ട്രാൻസ്ഫർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആമേൻ ഹല്ലേലൂയ ജോൺസൺ പാസ്റ്റർ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ല. ഹല്ലേലൂയ. എന്നാൽ ട്രാൻസ്ഫർ ട്രിവാൻഡ്രത്തേക്ക് കൊടുത്തപ്പോൾ ഞങ്ങൾ കിടക്കുന്ന ഒരു കുടിലാണ്. മുകളിലോട്ട് നോക്കിയാൽ ആകാശം കാണാം. കാരണം ഓല നെയ്യാനുള്ള കയ്യിൽ ഒന്നുമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. മഴ പെയ്യുമ്പോൾ ഞങ്ങൾ 5 കുഞ്ഞുങ്ങളെ ചാക്കിനകത്ത് കയറ്റും. പ്ലാസ്റ്റിക് ചാക്കിനകത്ത് കയറ്റും നനയാതിരിക്കാൻ. അങ്ങനെ ഞങ്ങൾ കിടക്കുന്ന സമയത്താണ് എന്റെ പിതാവിന് ട്രാൻസ്ഫർ മാത്രമല്ല പ്രമോഷനും കൂടി. ഹല്ലേലൂയ. കുപ്പയിൽ നിന്ന് ഉയർത്തിയതുപോലെ ഞങ്ങളെ അവിടെ നിന്ന് ട്രിവാൻഡ്രം ISROയ്ക്കകത്ത് ക്വാർട്ടേഴ്സ് നൽകി ഞങ്ങളെ കൊണ്ടുവന്ന് അവിടെ ആക്കുവാനിടയായി തീർന്നു. സ്കൂളിൽ പോകും സെക്യൂരിറ്റി, തുണി അയൺ ചെയ്യാൻ സെക്യൂരിറ്റി, മാർക്കറ്റിൽ പോകുവാൻ സെക്യൂരിറ്റി. ഇന്ന് രാത്രി ഞാൻ പറയുന്നത് വെറുതെ ഒരു അനുഭവമല്ല, വെറുതെ ഒരു സാക്ഷ്യമല്ല, എന്റെ ജീവിതത്തിന്റെ അനുഭവമാണ് ഇന്ന് രാത്രി പങ്കുവയ്ക്കുന്നത്. നമ്മുടെ പ്രസംഗത്തെ മാറ്റാൻ കഴിയോ? നമ്മുടെ അനുഭവം മാറ്റാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. ഇന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ചില വിടുതൽ നിന്റെ ജീവിതത്തിലോ ദൈവമേ ഇന്ന് രാത്രി വെളിപ്പെടാനുണ്ടെന്ന്
Amen, 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 amen. നീ നീതിമാനെങ്കിൽ, നീ നിഷ്കളങ്കനെങ്കിൽ, അല്ല നീ ദൈവത്തോട് കൂടെ നടക്കുന്നവനെങ്കിൽ, ഹല്ലേലൂയ, നിന്നെ കരുതുവാൻ അവൻ ശക്തനായ ദൈവമത്രേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇനി മുമ്പോട്ട് വേഗത്തിൽ പോകട്ടെ. ഹല്ലേലൂയ. ഇതെല്ലാം കഴിഞ്ഞ് ഹല്ലേലൂയ എന്റെ കുടുംബ സന്തോഷമായി മുന്നോട്ട് പോകുക. എന്റെ പിതാവ് ശുശ്രൂഷ ആരംഭിച്ചു, ജോലി ഇരിക്കുമ്പോൾ തന്നെ ശുശ്രൂഷ ആരംഭിച്ചു. ആരെ കണ്ടാലും സുവിശേഷം പറയണം. അങ്ങനെ പല സഭകൾ സ്ഥാപിക്കുവാനിടയായി തീർന്നു. എനിക്ക് 2 വയസ്സായി, 3 വയസ്സായി. സാധാരണയായി ഒരു കുഞ്ഞ് 2 വയസ്സ് കഴിയുമ്പോൾ സംസാരിക്കും. നിങ്ങൾ കേൾക്കുന്നു എന്റെ ശബ്ദം? യെസ്, ആമേൻ. സാധാരണ ഒരു കുട്ടി 2 വർഷം ജനിച്ചു കഴിഞ്ഞ് 2 വയസ്സ് കഴിയുമ്പോൾ സംസാരിക്കും. എന്നാൽ ഞാൻ 2 വയസ്സിൽ സംസാരിച്ചില്ല, 3 വയസ്സിൽ സംസാരിച്ചില്ല, 4 വയസ്സിൽ സംസാരിച്ചില്ല. പലരും വീട്ടിൽ വന്ന് അമ്മാമയോട് പറഞ്ഞു, അമ്മാമേ സാരമില്ല, ചില കുഞ്ഞുങ്ങൾ താമസിച്ചേ സംസാരിക്കുള്ളൂ, കുഴപ്പമില്ല, കുഞ്ഞ് സംസാരിക്കോ. 5 വയസ്സിലും 6 വയസ്സിലും സംസാരിച്ചില്ല പ്രിയരെ. 11 വയസ്സുവരെ ഒരു ഊമനായി ഞാൻ ജീവിക്കുവാനിടയായി തീർന്നു. എന്റെ മാതാവ് ഒരു ചോദ്യം ചോദിച്ചു, ഈ കുഞ്ഞിനെ ഞാൻ കൊല്ലാൻ കൊണ്ടുപോയത് 1 വയസ്സിൽ, എന്തിനാ എനിക്ക് ഇവനെ തിരിച്ചു തന്നത്? ഒരു ഊമനെയാണോ ആ മേഖല എനിക്ക് വേണ്ടി തന്നത്? അങ്ങനെയെങ്കിൽ അന്ന് ഈ കുഞ്ഞിനെ എടുക്കാമായിരുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ സംസാരിക്കാത്ത ഒരു പൈതലിനെ എനിക്ക് നീ തന്നു? 11 വയസ്സുവരെ സംസാരിക്കാത്തവനായി റുമാറ്റിക് ട്യൂബർ എന്ന രോഗം പിടിപെട്ട് വളരെ മൂർച്ഛിച്ച് ശ്വാസകോശം മുഴുവൻ തകർന്ന് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് അവസാന ശ്രീത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എന്നെ കൈവിടുവാനിടയായി തീർന്നു. 18 വയസ്സിനപ്പുറത്ത് ഈ കുഞ്ഞ് ജീവിച്ചിരിക്കത്തില്ല എന്ന് ഡോക്ടേഴ്സ് വിധി എഴുതുവാനിടയായി തീർന്നു. എന്റെ പിതാവ് പിന്നെ ഉപവാസം ആരംഭിച്ചു. 40 ദിവസം എന്റെ ഭവനത്തിനകത്ത് ഉപവാസം ഇരിക്കുകയാണ്. എന്റെ 11ാമത്തെ വയസ്സിൽ എന്റെ വീടിനകത്ത് ഓരോ ദിവസം ആളുകൾ തിങ്ങിക്കൂടുകയാണ്. പലരും വരുന്നത് ഉപവാസ പ്രാർത്ഥനയ്ക്കല്ല. കൂടുതൽ ആളുകൾ വരുന്നത് എപ്പോൾ വേണമെങ്കിലും ഈ കുഞ്ഞിന്റെ മരണം സംഭവിക്കാമെന്ന് വിചാരിച്ച് എന്നെ കാണാൻ വരുന്നവരാണ്. ഭയങ്കര മീറ്റിംഗ് നടക്കുകയാണ്. ഞാൻ അകത്ത് മുറിയിൽ കിടക്കുകയാണ്. ഞാൻ പറയട്ടെ, 21ാമത്തെ ദിവസം അന്ന് ഞങ്ങളുടെ ഭവനത്തിൽ ശുശ്രൂഷിക്കുവാൻ വന്നത് കർത്താവിന്റെ അഭിഷേക ദാസൻ പാസ്റ്റർ വാര്യാവരയോനാച്ചാനായിരുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ ആത്മനിറവിൽ ശുശ്രൂഷ ആരംഭിച്ചു. എന്റെ വീടിന്റെ ഹോളിൽ ജനം ആത്മാവിൽ ചാടുകയാണ്, നിറഞ്ഞാരാധിക്കുകയാണ്. അകത്ത് കിടക്കുന്ന എനിക്ക് ഒരേ ഒരു ആഗ്രഹം, ഞാൻ ആഗ്രഹിക്കുക, ദൈവമേ ഒരു പ്രാവശ്യമെങ്കിലും അപ്പ എനിക്കൊന്ന് സംസാരിക്കണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മറ്റൊരാഗ്രഹം എനിക്കില്ല. എന്റെ ഒറ്റ ആഗ്രഹം, ഒരു പ്രാവശ്യമെങ്കിലും എനിക്കൊന്ന് സംസാരിക്കണം. ഇത് ഞാൻ ഉള്ളിൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മനിറവിൽ അഭിഷേകത്താൽ ആ ദൈവഭക്തൻ ഓരോ മുറികളിൽ മാറി 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 വന്ന് എന്റെ മുറിക്കകത്ത് വന്നിട്ട് എന്റെ കയ്യിൽ പിടിക്കുവാനിടയായി തീർന്നു. ഞാൻ പറയട്ടെ, അന്നത്തെ ആ സ്പർശനം ഇന്നെന്ന പോലെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഞാൻ നിങ്ങളുടെ ദൂത് കൈമാറാം. എന്റെ ദൈവം ഒരിക്കൽ നിന്നെ തൊട്ടാൽ നീ വിട്ടാലും നിന്നെ ദൈവം വിടത്തില്ല. യേശുവിൻ നാമത്തിൽ രാത്രി ആരത് സ്വീകരിക്കുവാൻ തയ്യാറാകോ? ഒരിക്കൽ നിന്റെ കരം അവൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ നീ വിടാൻ ശ്രമിച്ചാലോ അവൻ നിന്നെ വിടത്തില്ലെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്ക് ഞങ്ങൾ ശ്രമിക്കുകയാണ്. ഹല്ലേലൂയ. ഇത്രയും പറഞ്ഞിട്ടും ആമേൻ പറയാത്തവരുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. പിതാവിന്റെ കരത്തിൽ പിടിച്ചുകൊണ്ട് ഞാൻ ആ ഹോളിലേക്ക് കടന്നുപോയി ഇരിപ്പാനിടയായി തീർന്നു. അവിടെ കടന്നുപോയി ഇരിക്കുമ്പോഴും എന്റെ ആഗ്രഹം, ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് സംസാരിക്കണം. ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ എന്റെ അകത്ത് നിന്ന് എന്തോ ഒരു ശക്തി പുറത്തോട്ട് വരുന്നതായിട്ട് കണ്ടു. ഒരു കുപ്പിയിൽ നിന്ന് അതിന്റെ അടപ്പ് തുറന്ന് എന്തോ ഒന്ന് പുറത്തേക്ക് ചാടുന്ന പോലെ എന്റെ ഉള്ളിൽ നിന്ന് എന്റെ വായിലൂടെ ഒരു ശക്തി പുറത്തേക്ക് ചാടുവാനിടയായി തീർന്നു. ആ നിമിഷം ഞാൻ സംസാരിക്കാൻ തുടങ്ങി. ആദ്യം ഞാൻ സംസാരിച്ചത് ഹിന്ദി അല്ല, ഇംഗ്ലീഷ് അല്ല, മലയാളമല്ല, അന്യഭാഷ പറഞ്ഞാണ് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയത്. തുറന്ന ശബ്ദമാണ് ഇന്നും കേൾക്കുന്നത്. ദൈവം തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല, ദൈവം അടച്ചാൽ ആർക്കും തുറക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുകയാണ്. നിന്റെ അടഞ്ഞ മംഗലങ്ങളുടെ മേൽ, നിന്റെ വഴിയടഞ്ഞ വിഷയങ്ങളുടെ മേൽ ദൈവം തുറന്നാൽ ഒരു
അടയ്ക്കും, അടയ്ക്കാൻ കഴിയത്തില്ല. സ്വീകരിച്ചാട്ടെ യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. അതിന് പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, പല സന്ദർഭങ്ങളിൽ ഞാൻ ഒന്ന് ശബ്ദം കുറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ നടക്കുന്നില്ല. ഹല്ലേലൂയ, കാരണം ദൈവം തന്നത് കുറയ്ക്കാൻ ആർക്കും കഴിയത്തില്ല. അമേരിക്ക അടക്കം പല ലോക രാജ്യങ്ങളിലും കടന്നുപോയി ശുശ്രൂഷിപ്പാൻ സർവശക്തനായ ദൈവം എനിക്ക് കൃപ നൽകി. ഹല്ലേലൂയ, പല സ്റ്റേജുകളിലും കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ വോളിയം കുറയ്ക്കാറുണ്ട്. ഞാൻ പറയാറുണ്ട്, സഹോദരൻ നടക്കത്തില്ല, ഇത് ദൈവം തന്നതാണ്. യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. ഇന്ന് കേൾക്കുന്ന ശബ്ദം അത് മറ്റാരുടെയുമല്ല, അത് ദൈവത്തിന്റെ ശബ്ദമാണ്. തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി ഞങ്ങൾ അവരെ സ്തുതിക്കുകയാണ്. ആരോടൊക്കെ പരിശുദ്ധമോ, ഈ ദിനം മരണത്തിനായിട്ടല്ല, ഈ പ്രതിസന്ധി തിന്മയ്ക്കായിട്ടല്ല. പ്രതിസന്ധി ഉണ്ടെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഹല്ലേലൂയ. ചില സന്ദർഭങ്ങളിൽ ഹല്ലേലൂയ ദൈവം നിന്നെ തകർത്തുന്നിരിക്കോ, ഉടച്ചെന്നിരിക്കോ. ഹല്ലേലൂയ. ഉടയ്ക്കുന്നത്, തകർക്കുന്നത് അത് തിന്മയ്ക്കല്ല, പണിയാനത്രേ. യേശുവിൻ നാമത്തിൽ റെജിബ്രദറെ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവം നമ്മെ പരസ്യത്തിൽ നിർത്തുന്നതിന് മുമ്പേ രഹസ്യത്തിൽ ഇരുത്തും. എത്ര പേർക്ക് ആ സന്ദേശം മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ദൈവം നമ്മെ പരസ്യമായി ഉപയോഗിക്കുന്ന മുമ്പേ രഹസ്യത്തിൽ ഇരുത്തുവാനിടയായി തീരോ. പബ്ലിക്കിൽ ഇതിനെ ഉപയോഗിക്കുന്ന മുമ്പേ പ്രൈവറ്റിൽ ഇതിനെ ഇരുത്തും. യേശുവിൻ നാമത്തിൽ ദൈവദാസനായ മോശെ പബ്ലിക്കിൽ കൊണ്ട് നിർത്തുന്ന മുമ്പേ രഹസ്യത്തിൽ ഇരുത്തി. കൊട്ടാരത്തിൽ കിടന്നവനെ വിളിച്ചിറക്കി കാട്ടിലേക്ക് പറഞ്ഞയച്ച്, അമ്മായിയപ്പന്റെ ആടുകളെ മേയ്ക്കുവാൻ കാട്ടിലേക്ക് പറഞ്ഞയച്ച്. കാട്ടിൽ പോകുക എന്ന് പറഞ്ഞാൽ, ആടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല, അത് അല്പം ക്ഷമയുള്ള കാര്യമാണ്, ക്ഷമ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഇവനെ ക്ഷമ പഠിപ്പിക്കണമെന്ന് ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു. അതിന് കാരണം ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തതിന് അടിക്കുന്നവനായിരുന്നു. മിസ്രൈമിനെ കൊന്ന് മണലിൽ പൂഴ്ത്തിയവനാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ളവനെ കൊണ്ട് ലീഡർഷിപ്പിൽ നിർത്താൻ കഴിയത്തില്ല. അതുകൊണ്ട് പരസ്യത്തിൽ നിർത്തുന്ന മുമ്പ് രഹസ്യത്തിൽ അവനെ ഒരുക്കുവാനിടയായിത്തീർന്നു. യേശുവിൻ നാമത്തിൽ ആരോടൊക്കെ ഇന്ന് രാത്രി ആത്മ പറയുന്നു, അവൻ പരസ്യത്തിൽ ഉപയോഗിക്കുന്ന മുമ്പേ അവൻ രഹസ്യത്തിൽ അവനെ പണിതുകൊണ്ടിരിക്കുകയാണ്. അതിനായി ഇന്ന് രാത്രി സമർപ്പിക്കുന്നവരായി ഞങ്ങൾ അവനെ സ്തുതിക്കുകയാണ്. ചില മോശമാരെ ഇതിനകത്തുനിന്ന് പുറത്തുകൊണ്ടുവരുവാനുണ്ട്, ചില ദാവീദുമാരെ ഇതിനകത്തുനിന്ന് പുറത്തുകൊണ്ടുവരുവാനുണ്ട്, ചില യോശുവമാരെ പുറത്തുകൊണ്ടുവരുവാനുണ്ട്, ചില എസ്തേറുമാരെ പുറത്തുകൊണ്ടുവരുവാനുണ്ട്. യേശുവിൻ നാമത്തിൽ രാത്രി ശക്തമായി പ്രാർത്ഥിച്ചോ. അവർ വിശ്വസിക്കുന്നുവെങ്കിൽ ആ ദൈവം നിന്റെ മേൽ വെളിപ്പെടുവാനിടയായിത്തീരും. നമ്മളൊക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, പ്രത്യേകിച്ച് ഉപവാസ പ്രാർത്ഥനയിലൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ. ബാക്കി നിങ്ങൾ പറ, നിങ്ങൾ ആരെങ്കിലും പറ. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ജോൺസൺ പാസ് പറഞ്ഞു, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങി പോകുന്നത്. എന്റെ വാക്ക്, എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? യെസ്, ആമേൻ. ഏത് ജാതിയെ കുറിച്ചാണ് പറഞ്ഞത്? അയ്യപ്പനും ഗോപാലനും സരസ്വതിയും ലക്ഷ്മിയെ കുറിച്ചല്ല പറഞ്ഞത്. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങി പോകത്തില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിശ്വാസം എന്ന ജാതി. അവിശ്വാസം എന്ന ജാതി നീങ്ങിപ്പോകണമെങ്കിൽ അത് ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, എന്റെ നിന്റെ ജീവിതത്തിൽ വിടുതൽ നടക്കണമെങ്കിൽ ഒത്തിരി കേട്ടതാശ്രയം മതി എന്ന് പറഞ്ഞത് മതിയാക്കിയിട്ട് അത് കേൾക്കുന്ന ദൂത് കർത്താവേ നിന്റെ ശബ്ദമാണ്, നിന്റെ വചനമാണെന്ന് വിശ്വസിച്ചെടുക്കണമെങ്കിൽ അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുവാനാണ്. ഞാൻ മടങ്ങി വരട്ടെ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ ദൈവം മാറ്റം തരുവാനിടയായിത്തീർന്നു, എന്റെ കുടുംബത്തിൽ ദൈവം മാറ്റം തരുവാനിടയായിത്തീർന്നു. ഇന്ന് ഞങ്ങൾ 5 സഹോദരങ്ങളും കർത്താവിന്റെ വേലയിലായി ആണ്. അത് കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുമ്പ് എന്റെ മാതാവ് നിത്യയിൽ ചേർക്കപ്പെടുവാനിടയായിത്തീർന്നു.
കഴിഞ്ഞ ആമേൻ 2 മാസം മുമ്പ്, 2 മാസമായില്ല, 1.5 മാസം മുമ്പ് എന്റെ പിതാവ് നിത്യയിൽ ചേർക്കപ്പെടുവാനിടയായി തീർന്നു. 6 മാസത്തിനിടയിൽ എന്റെ മാതാവും പിതാവും ആമേ സന്തോഷത്തോടെ ആമേ ഹല്ലേലൂയ നിത്യയിൽ ചേർക്കപ്പെടുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, എന്റെ ആമേ ഹല്ലേലൂയ ജീവിതത്തിൽ ദൈവം മാറ്റം തന്നുവെങ്കിലും ആമേ ഹല്ലേലൂയ ഞാൻ ആ സന്ദർഭങ്ങളിലൊക്കെ പറഞ്ഞ കർത്താവേ, ഇനി ഞാൻ നിനക്ക് വേണ്ടി ജീവിച്ചോളാം, ഞാൻ നിന്റെ ആമേ ശുശ്രൂഷകളാണെന്നൊക്കെ പറഞ്ഞു. എന്നാൽ അല്പം കഴിഞ്ഞപ്പോൾ ആമേ ലോകപ്രകാരം ജീവിപ്പാൻ തുടങ്ങി. ആമേ ഹല്ലേലൂയ എന്റെ ദർശനം മാറി. ആമേ ഹല്ലേലൂയ ദൈവത്തിൽ ഞാൻ പിന്മാറുവാനിടയായി തീർന്നു. ആ സമയങ്ങളിലൊക്കെ ആമേ പല കൂട്ടായ്മകളിലും ആമേ ചെറുപ്പക്കാരായ ആമേ ഹല്ലേലൂയ ആളുകൾ കടന്നു വന്ന് ആമേ വചനം ശുശ്രൂഷിക്കുമ്പോൾ എന്റെ മാതാവ് പുറകിൽ നിന്ന് കരയുമായിരുന്നു, കർത്താവേ എന്റെ കുഞ്ഞിനെ ഇതുപോലൊന്ന് ഉപയോഗിക്കണമേ എന്ന്. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്റെ മാതാവ് എന്റെ ശുശ്രൂഷ പല സ്റ്റേജുകൾ, പല രാജ്യങ്ങളിൽ ആമെ കണ്ടനുഭവിച്ചിട്ടാണ് ഈ ലോകം വിട്ട് കടന്നു പോകുവാനിടയായി തീർന്നത്. ഇന്ന് രാത്രി ആരെങ്കിലും തലമുറയെ കുറിച്ച് കർത്താവേ എന്റെ പൈതലിനെ ഒന്ന് ഉപയോഗിക്കണമേ എന്ന്, എന്റെ കുഞ്ഞിനെ ഒന്ന് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ പരിശുദ്ധമെന്നോ നിന്റെ തലമുറയെ ഈ കാലഘട്ടത്തിൽ അവൻ പുറത്തു കൊണ്ടുവരുവാൻ പോകുക. ദൈവത്തിന്റെ കൃപ അവരുടെ മേൽ പകരുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ ഞാൻ എന്റെ സമയം തീർന്നു. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ്. അതുകൊണ്ട് വേഗത്തിൽ ഞാൻ ആ വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. നോഹ ദൈവത്തോട് കൂടെ നടന്നു. ഹല്ലേലൂയ. ആമേൻ. 4 നോഹ ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ചു. പ്രൈസ് ദി. ഹല്ലേലൂയ. ദൈവം പറഞ്ഞത് കേട്ടനുസരിച്ച് ആമേൻ നോഹ ആമേൻ യാത്ര പുറപ്പെട്ടു. പ്രൈസ് ദി. ഹല്ലേലൂയ. ദൈവം കേട്ട ആമേൻ പറഞ്ഞതനുസരിച്ച് അബ്രഹാം യാത്ര പുറപ്പെട്ടു. ആമേൻ. ഹല്ലേലൂയ. എല്ലാം വിട്ടേച്ച് ആമേൻ ഹല്ലേലൂയ ദേശത്തെ വിട്ട് ആമേൻ ആടുമാടുകളെ വിട്ട് ആമേൻ സമ്പത്തിനെ വിട്ടിട്ട് ആമേൻ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം ആമേൻ പൂർണ്ണമായി ദൈവത്തെ അനുസരിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു, ദൈവം പറഞ്ഞ വാഗ്ദത്തം അബ്രഹാമിന്റെ മേൽ നിറവേറുവാനിടയായി തീർന്നു. എന്നാൽ ഒരു ദൂത് പരിശുദ്ധാത്മ പറയുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് ആമേൻ ഹല്ലേലൂയ മുമ്പോട്ട് പോയി അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. നോക്കണമേ, ദൈവം പറയുന്നത് അനുസരിച്ചിട്ട് പോലും ആമേൻ അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചു. ദൈവത്തിന്റെ കൽപ്പന കേട്ടനുസരിച്ച് ഇറങ്ങി പുറപ്പെട്ടിട്ടും അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചു. അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, നിനക്ക് തന്ന നിന്റെ സന്തതിയെ എനിക്ക് വേണ്ടി നീ യാഗം കഴിക്കുക. ആമേ. ശ്രദ്ധിക്കാമേ, അബ്രഹാം ഹല്ലേലൂയ യാഗത്തിന് വേണ്ടി ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് ആ യാഗമൃഗത്തെയും കൊണ്ട് വിറകിനെയും കൊണ്ട് ബാല്യക്കാരെയും കൊണ്ട് ആമേ ഇസ്ഹാക്കിനെയും കൊണ്ട് യാഗപീഠത്തിലേക്ക് കടന്നു പോവുകയാണ്. ആമേ 3 ദിവസത്തെ യാത്ര ആമേ യാത്ര ചെയ്ത് ആമേ ഹല്ലേലൂയ ആമേ പർവ്വതത്തിന്റെ താഴ്വരയിലെത്തിയപ്പോൾ അബ്രഹാം പറയുക, ആമേ ബാല്യക്കാരോട് പറയാം, നിങ്ങളവിടെ നിൽക്ക്. കഴുതി അവിടെ നിർത്തി, ബാല്യക്കാരെ നിർത്തി. എന്നിട്ട് അബ്രഹാം പറയുക, വാ മോനെ, നമുക്കൊന്ന് നടക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേ. ഇതുവരെ ബാല്യക്കാരുണ്ടായിരുന്നു, ഇതുവരെ കഴുതയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അപ്പനും മകനും തനിച്ച് നടക്കുകയാണ്. ഹല്ലേലൂയ. അവർ തനിച്ച് നടന്നപ്പോൾ അതുവരെ ഉയരാത്തൊരു ചോദ്യം ആമേ മകൻ ഉയർത്തുകയാണ്. അപ്പാ ആമേ ഹല്ലേലൂയ ആമേ വിറകൊണ്ട് കത്തിയുണ്ട്, എന്നാൽ യാഗമൃഗം എവിടെ? ഇന്ന് രാത്രി ഒരു ദൂത് ഞാൻ കൈമാറട്ടെ. ആമേ. പലപ്പോഴും എല്ലാവരും ഉള്ളപ്പോഴല്ല ദൈവം നിന്നോട് ഇടപെടുന്നത്. ആരുമില്ലാത്ത സാഹചര്യത്തിൽ, ഒറ്റപ്പെട്ട അവസ്ഥയിൽ ആമേ ഹല്ലേലൂയ ആമേ തനിച്ച് നിർത്തി ആമേ നിന്നോട് ഇടപെടുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർ ഞങ്ങളുടെ ശ്രദ്ധിക്കുകയാണ്. ആമേ. ബാല്യക്കാരൊക്കെ ഉണ്ടായിരുന്നപ്പോഴും ഉയരാത്തൊരു ചോദ്യം. ആമേ. അപ്പനും മകനും തനിച്ചു നടന്നപ്പോൾ ആമേ മകനിൽ നിന്ന് ഉയരുക. അപ്പ എന്ത് ചെയ്യും? അതിന് മറുപടി പിതാവ് കൊടുക്കുകയാണ്. ഈ കാലഘട്ടങ്ങളിൽ ചിലതിനെ തനിച്ചു കൊണ്ടുപോയി, ചിലതിനെ ഒറ്റപ്പെടുത്തി ആമേ കൃത്യമായി സംസാരിക്കുന്ന സമയമെടുത്തിരിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ദൂതനായി മാറുകയാണ്. ആമേ. തീർന്നില്ല. അടുത്തത് എന്താ ചെന്നറിയാമോ? ആമേ. യഹോവ കരുതിക്കൊള്ളുമെന്ന് പറഞ്ഞിട്ട് അബ്രഹാം ഈ മകന്റെ ചുമലിൽ ആ വിറക് കഷ്ണം എടുത്ത് ആമേ വിറകെട്ടെടുത്ത് വെക്കുകയാണ്.
അവിടെ ദൂത് ആമേക്കല്ലെ മറന്നു പോകരുതേ. ആമേക്കല്ലേലൂയ. ഇസ്ഹാക്കിനോട് പറഞ്ഞില്ല, മോനെ അല്ല നീ ആ വിറക് ചുമന്നുകൊണ്ട് നടക്കണമെന്ന് പറഞ്ഞില്ല. പിന്നെയോ അബ്രഹാമാണ് വിറക് കെട്ടെടുത്ത് മകന്റെ ചുമലിൽ വെച്ചത്. എന്താണെന്ന് അറിയാമോ കാരണം? നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എന്താ കാരണം എന്നറിയാമോ? ഇത് എന്റെ മകന് ചുമക്കാൻ കഴിയുമോ എന്ന് ആദ്യം അപ്പൻ പരിശോധിച്ചിട്ട് മകന്റെ ചുമൽ ഇത് വെച്ചു കൊടുത്തത്. യേശുവിൻ നാമത്തിൽ ദൂത് മനസ്സിലാകുന്നവർക്കായി ശ്രദ്ധിക്കുന്നു. എന്റെ കുഞ്ഞിനെ ചുമക്കുവാൻ കഴിയുമോ? ഈ ഭാരം പേറുവാൻ കഴിയുമോ എന്ന് അബ്രഹാം പിതാവ് ആദ്യം തൂക്കി നോക്കിയിട്ട് മകന്റെ ചുമലിൽ വെച്ചു കൊടുത്തത്. ഇന്ന് രാത്രി പരിശുദ്ധം പറയുന്നു, ദൈവത്തെ അനുവദിക്കാതെയല്ല ഈ മുഖം നിന്റെ മുകളിൽ വെച്ചത്. ദൈവം അനുവദിക്കാതെയല്ല ഈ ഭാരം നിന്റെ മേൽ വന്നത്. ഹല്ലേലൂയ. ദൈവം തൂക്കി നോക്കിയിട്ടത്രേ ഈ ഭാരം നിന്റെ ചുമലിൽ വെച്ചിരിക്കുന്നതെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. അത് മാത്രമല്ല, യാഗസ്ഥലമെത്തിയപ്പോൾ ആ വിറക് അപ്പൻ തന്നെ മകന്റെ ചുമലിൽ ഇറക്കി വെക്കുകയാണ്. ആരാണോ ഈ ഭാരം എടുത്തു വെച്ചത് അതേ വ്യക്തി തന്നെ ഈ ഭാരം എടുത്തു മാറ്റുക. യേശുവിൻ നാമത്തിൽ ദൂത് മനസ്സിലാക്കി ശ്രമിക്കുന്നു. ദൈവം അറിഞ്ഞിട്ടാണ് ഈ ഭാരം നിന്റെ ജീവിതത്തിൽ കടന്നു വന്നെങ്കിൽ, ഈ പ്രതിസന്ധി നിന്റെ ജീവിതത്തിൽ കടന്നു വന്നെങ്കിൽ, ഇന്ന് രാത്രി ദൈവസഭയോട് ശക്തമായി പരിശുദ്ധാത്മാവ് ദൂത് പറയുക. ദൈവം തന്നെ നേരിട്ട് വന്നു ഈ ഭാരത്തെ എടുത്തു മാറ്റുമെന്ന് ഇന്ന് രാത്രി വിശ്വസിച്ചുകൊണ്ട് കാര്യങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടായിരിക്കട്ടെ, പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കട്ടെ. ഞാൻ എന്റെ വാക്കുകളെ നിർത്തുവാൻ പോകുകയാണ്. അമ്മേ, ദൈവം പറഞ്ഞത് കേട്ട് നോഹ അനുസരിക്കുവാനിടയായി. അമ്മേ, നോഹ ദൈവം പറഞ്ഞത് അനുസരിച്ച് പ്രവർത്തിപ്പാൻ തുടങ്ങി. പെട്ടകത്തിന്റെ പണി ആരംഭിച്ചു. ഹല്ലേലൂയ. പാസ്റ്ററെ ഒരു 5 മിനിറ്റ് കൂടെ എടുത്തോട്ടെ. ആമേൻ. ഓക്കെ, ദൈവം പറഞ്ഞനുസരിച്ച് പെട്ടകത്തിന്റെ പണി ആരംഭിച്ചു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പെട്ടകം പണി പൂർത്തീകരിച്ചപ്പോൾ ദൈവം പറയുക, നോഹ നീ അങ്ങോട്ട് നീ സകല ജനത്തോടും പറയണം, ന്യായവിധി വരാൻ പോകുക. വലിയ ജലപ്രളയം ഉണ്ടാകാൻ പോകുക, ദേശം നശിക്കാൻ പോകുക. നോഹ പലരോടും പറഞ്ഞു. കേട്ടവരൊക്കെ പറഞ്ഞു, ഇവൻ വട്ടന, ഇവൻ ഭ്രാന്തന, ഇത്രയും വലിയ പെട്ടകം ഉണ്ടാക്കിയിട്ട് ഇവൻ എന്തോ ചെയ്യാനാ പോകുന്നെന്ന് പറഞ്ഞ് ഇവനെ പലരും പരിഹസിച്ചു. ഇന്ന് രാത്രി പരിശുദ്ധമായിരുന്നു, അവഗണിക്കപ്പെട്ടവരെ ദൈവം പരിഗണിക്കാൻ പോകുക. യേശുവിൻ നാമത്തിൽ നിന്ദിച്ചവരെ ദൈവം മാനിക്കുവാൻ പോകുകയാണ്. നീ ഇറങ്ങി തിരിച്ചപ്പോൾ നിന്റെ കൂട്ടുകാർ, നിന്റെ കുടുംബക്കാർ, നിന്റെ സമൂഹം നിന്നെ നോക്കി പറഞ്ഞു, ഇവൻ ഭ്രാന്തനാണ്, ഇവൻ വട്ടനാണ്. എന്നാൽ രമേശ പരിശുദ്ധൻ പറയുന്നു, അവഗണിക്കപ്പെട്ടവരെ നോക്കിയേ എന്റെ ദൈവം നിന്നെ പരിഗണിക്കുന്ന ദൈവമാണ്. നിരാശപ്പെട്ടില്ല, അവൻ പ്രസംഗിച്ചു. ദൈവം പറയാ, മോനെ കുഴപ്പമില്ല, നോഹേ കുഴപ്പമില്ല, നീയും നിന്റെ കുടുംബവും പെട്ടകത്തിനകത്ത് കയറ്, സാരമില്ല. ഹല്ലേലൂയ. നീ 80 ലക്ഷം പേരോട് നീ പറഞ്ഞിട്ടുണ്ടാകോ, എന്നാൽ കുഴപ്പമില്ല, നീയും നിന്റെ കുടുംബവും 8 എണ്ണം മതി. 8 എണ്ണത്തിൽ നിന്ന് 8 ലക്ഷത്തെ ഉണ്ടാക്കാൻ എനിക്ക് കഴിയും. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. അനുസരിക്കുവാൻ തയ്യാറുള്ളവർക്കായി ഞങ്ങൾ അവനെ സ്തുതിക്കുന്നു. സാഹചര്യങ്ങൾ നോക്കരുതേ, ഹല്ലേലൂയ. പ്രതിസന്ധികളെ നോക്കരുതേ, ദൈവം പറഞ്ഞത് കേട്ടനുസരിപ്പാൻ ഇന്ന് രാത്രി ഒരുക്കമെങ്കിൽ ദൈവം നമ്മെ ഓർക്കുവാൻ വിശ്വാസത്തിലേക്ക്. ഹല്ലേലൂയ. പെട്ടകത്തിനകത്ത് കയറി വാതിലടച്ചു. ഒരു ദൂതൂടെ ഞാൻ അതിനകത്ത് പറയാം. സഭയ്ക്കകത്ത് കയറിയത് കൊണ്ട് പ്രശ്നം തീരത്തില്ല കേട്ടോ. വിശ്വാസത്തിൽ വന്നുകൊണ്ട് പ്രശ്നം തീരത്തില്ല കേട്ടോ. പെട്ടകത്തിനകത്ത് കയറിയപ്പോൾ എന്താ സംഭവിച്ചത് അറിയാമോ? മഴ പെയ്തു, വെള്ളം പൊങ്ങി, പെട്ടകം ചലിക്കുവാൻ തുടങ്ങി. യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. പെട്ടകം ചലിക്കുവാൻ തുടങ്ങി. അഥവാ അവിടെ വെള്ളം പൊങ്ങിയില്ലായിരുന്നെങ്കിൽ, മഴ പെയ്തില്ലായിരുന്നെങ്കിൽ, പെട്ടകം ചലിക്കത്തില്ലായിരുന്നു. എന്നാൽ വെള്ളം പൊങ്ങിയപ്പോൾ പെട്ടകം ചലിക്കുവാനിടയായി തീർന്നു. തീർന്നില്ല, കാറ്റടിക്കുവാൻ തുടങ്ങി. ഇന്ന് രാത്രി ഞാൻ പരിശുദ്ധാത്മാവ് പറയാ, ചില കാറ്റുകൾ അത് തിന്മയ്ക്കുള്ള കാറ്റല്ല. ചില കൊടുങ്കാറ്റുകൾ അത് തിന്മയ്ക്കുള്ള കാറ്റല്ല, നിന്നെ മുമ്പോട്ട് നയിക്കാനുള്ള കാറ്റാണ്. ഹല്ലേലൂയ. ആ കാറ്റടിച്ചില്ലായിരുന്നെങ്കിൽ ദൈവദാസനെ, ദൈവദാസിയെ, പെട്ടകം അവിടെ മുങ്ങിപ്പോകുമായിരുന്നു.
എന്നാൽ കാറ്റടിച്ചത് കൊണ്ട് പെട്ടകം മുമ്പോട്ട് ചലിച്ചു. എങ്ങോട്ടാ ചലിച്ചെന്നറിയാമോ? ശാന്ത തുറമുഖത്തെ ലക്ഷ്യമാക്കി. യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എന്റെ ജീവിതത്തിടിക്കുന്ന ചില കൊടുങ്കാറ്റുകൾ അത് തകർച്ചയ്ക്കല്ല, അത് മുക്കിക്കളയാനല്ല, അത് ശാന്തതയിലേക്ക് അടുപ്പിക്കാനുള്ള കാറ്റത്തെയെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തെ ഒരിക്കൽ കൂടി നാമത്തിൽ പെട്ടകത്തിനകത്ത് ദൈവമാണ് കയറ്റിയതെങ്കിൽ ഇതിനകത്ത് കയറ്റിയവനെ ദൈവം ഓർക്കുന്ന ദൈവമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം എവിടെയോ പറഞ്ഞു, ജോൺസൺ പാസ്റ്ററെ, അവിടെ ആ പെട്ടകത്തിനകത്ത് കയറ്റിയത് കുറെ ആനകളെയും കഴുതകളെയും കാണ്ടാമൃഗത്തെയും സിംഹത്തെയും കരടിയെയും പുലിയെയും എല്ലാത്തിനെയും കൂടി അങ്ങോട്ട് കയറ്റിയത്. എത്ര ഐക്യതയോടെ അവരതിനകത്ത് കഴിഞ്ഞത്. നമ്മുടെ പെന്തക്കോസ്തുകാരെ എല്ലാത്തിനെയും കൂടെ അങ്ങോട്ട് കയറ്റിയിരുന്നെങ്കിൽ, കുറെ IPC-ക്കാരെ, കുറെ AG-ക്കാരെ, കുറെ ഷാരോൺകാരെ, കുറെ ഇൻഡിപെൻഡൻസിനെ അങ്ങോട്ട് കയറ്റി വിട്ടിരുന്നെങ്കിൽ എപ്പം പെട്ടകം പൊളിച്ചെന്ന് വഹിച്ചാൽ മതി. പെട്ടകം പൊളിച്ചടിക്കേനെ. എന്നാൽ നോക്കണമേ, ദൈവത്തിന്റെ പദ്ധതി പ്രകാരം അങ്ങോട്ട് കയറ്റി വിട്ടപ്പോൾ അതിനകത്ത് കയറിയതിനെ ദൈവം ഓർത്തു, ദൈവം കരുതി, ദൈവം കൊണ്ടെത്തിക്കുവാനിടയായിട്ടുണ്ട്. യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവമാണ് ഈ പെട്ടകത്തിനകത്ത് കയറ്റിയെങ്കിൽ, ദൈവമാണ് വിശ്വാസ ജീവിതത്തിനെ കൊണ്ടുവന്നെങ്കിൽ ഭയപ്പെടേണ്ട, അധൈര്യപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കേണ്ട. വിശ്വസിക്കുക, ദൈവം നിനക്ക് അത്ഭുതം ചെയ്യാൻ പോകുകയാണ്, ദൈവത്തെ ഓർക്കുവാൻ പോകുകയാണ്, നിനക്ക് കരുതുവാൻ പോകുകയാണ്. യേശുവിൻ നാമത്തിൽ ദൈവം നോഹ എന്താ ചെയ്തത്? ദൈവം പറഞ്ഞതനുസരിച്ച് പ്രവർത്തിച്ചു. 6 നോഹ ദൈവത്തിന് നീതിയെ കുറിച്ച് പ്രസംഗിച്ചു. ഹല്ലേലൂയ. പെട്ടകത്തിനകത്ത് കയറ്റിയത്, ഈ സഭയ്ക്കകത്ത് കയറ്റിയത്, കയ്യടിച്ച് അന്യഭാഷ പറഞ്ഞ് ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ട് സ്വന്തം വിടുതൽ കണ്ട് തൃപ്തിയടയുവാനല്ല. അതിനപ്പുറത്ത് ഇന്ന് രാത്രി ആത്മാവിൽ പ്രാർത്ഥിക്കത്താവേ, എന്റെ സഭയ്ക്കകത്ത് ഒരു കൂട്ടം കടന്നു വരട്ടെ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന, ആത്മാക്കളെ ജനിപ്പിക്കുന്ന കുടുംബങ്ങൾക്കായി, തലമുറകൾക്കായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. ഇടയനല്ല ആടുകളെ പ്രസവിക്കുന്നത്, ആടുകളത്രേ പ്രസവിക്കുന്നത്. ഇന്ന് രാത്രി ദൈവം വിളിച്ചത്, ദൈവം ആരെന്ന്, നമ്മുടെ ദൈവം ആരെന്ന് മറ്റുള്ളവരോട് പ്രസംഗിക്കുവാൻ വിളിച്ചു പറയാനത്രേ ദൈവം നമ്മെ ഓർത്തത്. മനസ്സിലാക്കുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ പരിശുദ്ധാത്മാവ് ഈ കൂട്ടത്തെ നോക്കിക്കൊണ്ട് പറയുന്നു, ചിലരൊക്കെ ഇതിനകത്ത് കയറാൻ താല്പര്യപ്പെട്ട് നിൽക്കുകയാ, ചിലരൊക്കെ നിന്റെ സഭയ്ക്കകത്ത് വരാൻ താല്പര്യപ്പെട്ട് നിൽക്കുക. എന്നാൽ വഴിമുട്ടിയായി നിൽക്കരുതേ, മാർഗദർശനമായി നിൽക്കരുതേ, വഴി മാറിക്കൊടുക്കുക. യേശുവിൻ നാമത്തിൽ ചിലത് കടന്നു വരട്ടെ. നീ തടസ്സമാകരുത്. യേശുവിൻ നാമത്തിൽ ദൂത് മനസ്സിലാകുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ്. അവസാനിപ്പിക്കുക. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ആത്മാവിൽ കർത്താവേ, ഞാൻ തടസ്സമാകരുത്, ഞാൻ വഴിമുട്ടിയായി നിൽക്കരുത്, എന്റെ കുറവ് സംഭവിക്കരുത്. ഹല്ലേലൂയ. ഒരു തലമുറ പുറത്തു വരുവാൻ, ഒരു ക്ഷണം പുറത്തു വരുവാൻ ഞാൻ ഒരിക്കലും തടസ്സമായിട്ടില്ല. അതിനുവേണ്ടി എന്നെ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കൃപ എനിക്ക് വേണോ, അങ്ങയുടെ മഹത്വം എനിക്ക് വേണോ, അങ്ങയുടെ കരുണ എനിക്ക് വേണമെന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും. ഒരിക്കൽ കൂടി ദൈവസഭയോട് പരിശുദ്ധാത്മാവ് കൈമാറുകയാണ്. ചിലത് വരാനുണ്ട്. തടസ്സം നിൽക്കരുത്, വഴി മാറിക്കൊടുക്ക. യേശുവിൻ നാമത്തിൽ അല്പസ്ഥലം ഒരുക്കി കൊടുക്ക. ചിലത് കൂടെ വരട്ടെ, ചിലത് കൂടെ വരട്ടെ. പെട്ടകത്തിനകത്ത് ചിലത് കൂടെ കയറട്ടെ. ചിലതൊക്കെ രക്ഷപ്പെടുവാനുണ്ട്. അവസാനത്തെ കാര്യം പറയാണ്, ദൈവത്തിന് ആലയം പണിയുവാനിടയായി തീർന്നു, ആരാധനയ്ക്കായി യാഗപീഠം പണിയുവാനിടയായി തീർന്നു. ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ശത്രു താഴ്വരയിലുണ്ട്, മിദ്യാൻ ശക്തികൾ താഴ്വരയിലുണ്ട്. എന്നാൽ ഗിദെയോനും കൂട്ടരും 3 കാര്യങ്ങൾ ചെയ്തു. ഈ മിദ്യാനെ തോൽപ്പിക്കുവാൻ പോകുന്ന സമയത്ത് 3 കാര്യങ്ങൾ ചെയ്തു. കാഹളം നീട്ടി ഊതി. സോറി,
ആമേൻ. ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 19 വാക്യങ്ങൾ വായിക്കും. ഇപ്പൊ വായിക്കണ്ട, പിന്നെ നിങ്ങൾ വായിച്ചാൽ മതി. അവിടെ 3 കാര്യങ്ങൾ ഗിദെയോൻ ചെയ്തു. കാഹളം നീട്ടിയൂതി, 2 കുടമുടച്ചു, 3 പന്തം കരങ്ങൾ എടുത്തു. കാഹളം എന്തിനെ കാണിക്കുന്നു? ആരാധനയെ കാണിക്കുന്നു. കാഹളം എന്തിനെ കാണിക്കുന്നു? വിജയത്തെ കാണിക്കുന്നു. ശത്രു താഴ്വരയുണ്ട്, ആ മേഖലയിലെ ശത്രു നിന്റെ മുമ്പിലുണ്ട്, എന്നാൽ മൗനമായിരിക്കരുത്. കാഹളം നീട്ടി ഊതിക്കോണം, ആരാധന ഉയരണം. ആത്മാവിൽ കുതിച്ചുയരണം യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. ഈ കാഹളം നീട്ടി ഊതിയാൽ താഴെ നിൽക്കുന്ന ശത്രു പറയും അവൻ വിജയം അവരുടെ വശത്താണെന്ന്. യേശുവിൻ നാമത്തിൽ പ്രതിസന്ധിയെ നോക്കിക്കൊണ്ട് ദൈവസഭ അടങ്ങിയിരിക്കരുത്. ഇന്ന് രാത്രി കാഹളം നീട്ടി ഊതട്ടെ. 2 കുടം ആമേ എന്തിനെ കാണിക്കുന്നു? അത് വ്യക്തിപരമായ ചിന്തകളെ, ആമേ ബുദ്ധിമടലെ കാണിക്കുന്നു. ആമേ ചിന്തയുടെ കുടം, ആമേ തീരുമാനങ്ങളുടെ കുടം, ആമേ നിന്റേതായ പ്ലാനുകളുടെ കുടം. ഇന്ന് രാത്രി ഉടഞ്ഞു മാറിയാൽ അതിനകത്തുനിന്ന് ദീപം പുറത്തു വരും. യേശുവിൻ നാമത്തിൽ എനിക്കൊന്ന് വിവരിക്കണമെന്നുണ്ട്, എന്നാൽ സമയം അവസാനിച്ചുകൊണ്ട് ഞങ്ങൾ നിർത്തുകയാണ്. ഹല്ലേലൂയ. ആമേ കുടം അടങ്ങിയിരിക്കരുത്. ആമേ അത് ആമേ പുറത്തേക്ക് പ്രകാശിക്കണം യേശുവിൻ നാമത്തിൽ. ചിലതിനെ സഭയ്ക്കകത്ത് കൊണ്ടുവന്നത് അവൻ അടച്ചു വെക്കുവാനല്ല, അവൻ ദീപം പുറത്തേക്ക് വെളിപ്പെടുവാൻ, മറ്റുള്ളവർ കാണത്തക്കവണോ നിന്റെ മേൽ തേജസ് രാത്രി വെളിപ്പെടട്ടെ, നിന്റെ മേൽ കൃപ പകരട്ടെ. ആ കാലഘട്ടത്തിൽ, ആ തലമുറയിൽ അവൻ നോഹയുടെ മേൽ ദൈവത്തിന്റെ കൃപ വെളിപ്പെട്ടതുപോലെ 3 പന്തം കരങ്ങൾ എടുക്കണം. ആമേ. പന്തം എന്തിനെ കാണിക്കുന്നു? അത് റൂട്ടിനെ കാണിക്കുന്നു, അത് വഴിയെ കാണിക്കുന്നു. ആമേ. ഞാൻ എന്റെ ചെറുപ്പകാലത്ത് അതിലെ കൂട്ടായ്മയ്ക്കൊക്കെ പോകുമ്പോൾ ചൂട്ടും കത്തിച്ചോണ്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. കാരണം വഴി കാണാൻ. ഹല്ലേലൂയ. രാത്രിയിൽ അന്ന് വിളക്കൊന്നുമില്ല, ആമേ ചൂട്ടും കത്തിച്ചോണ്ടാ പോകുന്നത്. ആമേ. ഹല്ലേലൂയ. നാം പന്തം കരങ്ങൾ എടുക്കണം. ആമേ. ഒരു കാര്യം പറയാ, പന്തം പുറകോട്ട് പിടിക്കരുത്, അത് മുമ്പോട്ട് പിടിക്കണം, മുമ്പോട്ട് പ്രകാശിക്കണം. യേശുവിൻ നാമത്തിൽ മുമ്പോട്ട് പ്രകാശിച്ചാലേ വഴി വെളിപ്പെടുകയുള്ളൂ. യേശുവിൻ നാമത്തിൽ 3 കാര്യങ്ങൾ ചെയ്തപ്പോൾ ആമേ ശത്രു തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ. ആമേ. ഇവർ നമ്മോട് അടുത്തിരിക്കുന്നുവെന്ന്. ഈ 3 കാര്യം ചെയ്തപ്പോൾ ഗിദെയോനും കൂട്ടർക്കും മനസ്സിലായി ശത്രു എവിടൊക്കെ ഒളിച്ചിരിപ്പുണ്ടെന്ന്. ആമേ. ഇതിനെതിരെ ആമേ ഒളിച്ചിരിക്കുന്ന ശത്രുവിന്റെ ആമേ പദ്ധതിയെ തിരിച്ചറിയുവാൻ കാഹളം നീട്ടി ഊതണം, കുടമുടയ്ക്കണം, പന്തം കരങ്ങൾ എടുക്കണം. കണ്ണുകളെ അടയ്ക്കാം. ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നോഹയുടെ മേൽ ദൈവത്തിന്റെ കൃപ ലഭിച്ചതുപോലെ കർത്താവേ, ഈ കാലഘട്ടങ്ങൾ നിരാശപ്പെട്ട്, വേദനിച്ച്, ഭാരപ്പെട്ട്, ഹല്ലേലൂയ, പരാതി പറഞ്ഞ്, ഹല്ലേലൂയ, അവിശ്വസിച്ചിരിക്കുവാനല്ല കർത്താവേ. ആമേ. ഈ കാലഘട്ടത്തിൽ അങ്ങയുടെ കൃപ പ്രാപിച്ച്, അങ്ങയുടെ മഹത്വം കണ്ട് കർത്താവേ അങ്ങയുടെ സാക്ഷിയായി നിൽപ്പാൻ എന്നെ സഹായിക്കണമേ എന്ന് എത്ര പേർക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കഴിയും? പരിശുദ്ധം പറയുന്നു ആമേ ചിലതിന്റെ മേൽ പുതപ്പ് വീഴുവാൻ പോകുകയാണ്. ഇന്നലെ നടക്കാത്ത ഏതൊക്കെയോ വിടലുകൾ ഇന്ന് രാത്രി നിന്റെ മേൽ വെളിപ്പെടാനുണ്ട്, ഇന്ന് രാത്രി നിന്റെ മേൽ സംഭവിക്കാനുണ്ട്. അക്കമിട്ട് പരിശുദ്ധം പറയുകയാണ് ആമേ നാളുകളായി പ്രാർത്ഥിച്ചിട്ട് മറുപടി കാണാത്ത ഏതൊക്കെയോ വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. ഞാൻ ആരംഭത്തിൽ പറഞ്ഞത് ആമേ പിന്നെയും ആവർത്തിക്കുന്നു, വളരെ പെട്ടെന്ന് ആ പ്രവൃത്തി വെളിപ്പെടും. ആത്മാവിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ അനുഗ്രഹീതമായ നല്ല നിമിഷത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ച ദൂതനായി നന്ദി പറയുന്നു. കർത്താവേ, ഈ ജനത്തെ അങ്ങ് അനുഗ്രഹിച്ചാട്ടെ, ഈ ജനത്തെ അങ്ങ് വിടുവിച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. അന്യൂട്ട് ചെയ്യാൻ കഴിയുന്നവർ ഒരു നിമിഷത്തേക്ക് അന്യൂട്ട് ചെയ്താട്ടെ, ചില നിമിഷങ്ങളെ അന്യൂട്ട് ചെയ്താട്ടെ. ആത്മാവിലൊന്ന് ആരാധിച്ചാട്ടെ, ആത്മാവിലൊന്ന് സ്തുതിച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ നിങ്ങളായിരിക്കുന്നിടത്ത് ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുന്നു. അതിനെ പരിശുദ്ധം നിങ്ങൾ തുടർന്നു. തിരിച്ചറിയുന്നവർ ദൈവത്തെ ആരാധിച്ചാട്ടെ. ആത്മാവിൽ ആമേ പരിശുദ്ധാത്മാവിൽ ദൂത് പറയുകയാണ്. രക്ഷിപ്പാൻ കഴിയാതവണ്ണം അവന്റെ കൈ കുറുകിപ്പോയിട്ടില്ല, കേൾപ്പാൻ കഴിയാതവണ്ണം അവന്റെ ചെവിക്കൊന്നും മാന്യം സംഭവിച്ചിട്ടില്ല. ഇന്ന് രാത്രിത്തവർക്ക് വിശ്വസിക്കുവാൻ കഴിയോ? അവന്റെ കരം കുറുകിപ്പോയിട്ടില്ല, അവന്റെ കരം കുറുകിപ്പോയിട്ടില്ല. വിശ്വസിക്കുന്നവർ അല്പനിമിഷം കരങ്ങളെ തട്ടി ഒന്ന് ആരാധിച്ചാട്ടെ, എല്ലാ രോഗവും രോഗമല്ല, ചിലത് രോഗബന്ധനമാണ്.
ഡോക്ടർക്ക് മാറ്റാൻ കഴിയാത്ത, മരുന്നുകൾക്ക് മാറ്റാൻ കഴിയാത്ത ചില ബന്ധനങ്ങളെ, ചില കെട്ടുകളെ ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ അഴിച്ചുവിടുകയാണ്. എല്ലാ കടവും കടമല്ല, ചില കടബാധ്യതയാണ്. കൊടുത്താലും തീരാത്ത ചില ബാധ്യതകൾ, ഹല്ലേലൂയ, ചികിത്സിച്ചിട്ടും സൗഖ്യമാകാത്ത ചില രോഗമണ്ഡലങ്ങൾ, അഴിച്ചിട്ടും അഴിയാത്ത ചില ബന്ധനങ്ങൾ, ചില കെട്ടുകൾ നസ്രേന യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി അഴിഞ്ഞു. സഭയെ സ്വതന്ത്രമാക്കുന്നതിനായി സ്തോത്രം. തന്റെ ജനത്തെ സ്വതന്ത്രമാക്കുന്നതിനായി സ്തോത്രം. തന്റെ ജനത്തിന് മേലെ വിടുതൽ പകരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചതുപോലെ കർത്താവ് ഈ തലമുറയിൽ കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടമായി ഈ കൂട്ടത്തെ കർത്താവ് മാറ്റുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇന്ന് രാത്രി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഘട്ടത്തിനായി നന്ദി, മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. സമയം അനുവദിച്ചല്ല കർത്താവിന്റെ വിശ്വാസം പാസ്റ്റർ ജോൺസൺ പാസ്റ്റർ ഫാമിലിയോട് എന്റെ എല്ലാവിധ നന്ദി സ്നേഹത്തെ സമയത്ത് അറിയിക്കുന്നു. അല്പസമയം ഞാൻ മുമ്പോട്ടെടുത്തു, ദയവായി ക്ഷമിക്കുക. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ നമുക്ക് പിന്നെയും കാണാം. നമ്മൾ കർത്താവിൽ ആരംഭിച്ച ബന്ധം കർത്താവിന്റെ വരവരെയും നിൽക്കുവാൻ കർത്താവ് ഇടയാക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ ചോദിക്കുന്നു. ഞങ്ങളെ കുടുംബമായി പ്രാർത്ഥന ഓർക്കാട്ടെ. God bless you all. Thank you. Thank you. താങ്ക് യു പാസ്റ്റർ. നമ്മുടെ ഈ ശുശ്രൂഷയുടെ 341 ദിവസത്തിൽ നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യ കടന്നു വരികയും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തെ നല്ല വെളിപ്പാടുകൾ പരിശുദ്ധാത്മ നിയോഗത്തോടെ ഇന്ന് രാത്രി കൈമാറ്റം ചെയ്ത പ്രിയ പാസ്റ്റർ ജി തോമസ് നന്ദി സഭയുടെ പേരിലും വ്യക്തിപരമായും ഞാൻ അറിയിക്കുന്ന ദാസന്റെയും ധാരാളമായി അനുകരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. പരസ്പരം പ്രാർത്ഥന ഓർക്കാം. ഈ ബന്ധം ഇവിടെ കൂടെ അവസാനിക്കല്ല. വരും ദിവസങ്ങളിൽ ഹല്ലേലൂയ അതേ ഒരുമിച്ച് വേലയിൽ പോരാടാം. കർത്താവ് അനുകരിക്കുമാറാകട്ടെ. പ്രിയ മക്കളെ, ഇന്ന് രാത്രികാലം കേൾക്കപ്പെട്ട ദൈവവചനത്തിൽ സമ്പൂർണ്ണമായി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മോട് ഇടപെട്ട ദൈവിക വചനങ്ങളുടെ മുമ്പിലേക്ക് നമ്മെ ഇതിനെ സമർപ്പിക്കാം. ഹല്ലേലൂയ. നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു എന്ന തിരുവചനത്തെ ആസ്പദമാക്കി കൃപ ലഭിക്കാനുള്ള സാഹചര്യങ്ങളെ കുറിച്ചും നീതിമാനായിരുന്നുവെന്നും നിഷ്കളങ്കനായിരുന്നെന്നും ഹല്ലേലൂയ സ്തോത്രം അതേ ദൈവത്തെ അനുസരിക്കുന്നവനായിരുന്നുവെന്നും ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയായിരുന്നുവെന്നും ഹല്ലേലൂയ ദൈവത്തിന്റെ ആലോചന പ്രകാരമായിരുന്നു എന്നുള്ള ദൈവിക സന്ദേശങ്ങളാണ് നമുക്ക് കേൾപ്പാടയായി തീർന്നത്. ഹല്ലേലൂയ. അതേ ദൈവം നമ്മെ വിളിച്ച വിളി ഉന്നതവും ശ്രേഷ്ഠമാണെന്നും ദൈവം ഒരു പർപ്പസിന് വേണ്ടിയാണ് നമ്മെ വിളിച്ചിരിക്കുന്നതെന്നുമുള്ള ദൈവീയ ആഹ്വാനങ്ങളാണ് നമ്മൾ കേൾപ്പാൻ കഴിഞ്ഞത്. മാത്രമല്ല, നമ്മെ ഒരു കൂട്ടമായി നിർത്തിയിരിക്കുമ്പോൾ നമുക്ക് ചില ഉത്തരവാദിത്വങ്ങളുണ്ട്. സഭയ്ക്കൊരു ഉത്തരവാദിത്വങ്ങളുണ്ട്. ആ ഉത്തരവാദിത്വങ്ങൾ നിലനിൽക്കണം എന്നുള്ള ദൈവീയ ആഹ്വാനമാണ് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ദാസ് കൊണ്ട് നമ്മൾ കേൾപ്പടിയായി തുറന്നത്. ഇന്ന് രാത്രി നമ്മൾ കേട്ട ദൈവത്തിന് സമ്പൂർണ്ണമായി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കാലം അധികം ഇല്ല നമ്മുടെ മുമ്പിൽ. കർത്താവിന്റെ വരവ് അടുത്തു എന്ന് അറിഞ്ഞ് ദിവസങ്ങൾ ഹല്ലേലൂയ വളരെ ശക്തരായി കർത്താവിന് വേല ചെയ്യുവാൻ മടുപ്പ് തോന്നാതെ ഉത്സാഹത മടുപ്പില്ലാതെ ആത്മാവിൽ എരിയുള്ളവരായി ദൈവത്തെ സ്നേഹിക്കണമെന്നും സേവിക്കണമെന്നുള്ള ആഹ്വാനമാണ് തന്നാസ് കൂടി കേൾപ്പഴയാൽ ദൈവമക്കളെ ഹല്ലേലൂയ ദൈവത്തെ നമുക്ക് അനുസരിക്കാം. ഈ തലമുറ നീതിമാന്മാരായി ജീവിക്കാം, നിഷ്കളങ്കരായി ജീവിക്കാം, ദൈവത്തെ അനുസരിക്കുന്നവരായി ജീവിപ്പാൻ ഇടയാകുമാറാകട്ടെ. നമ്മെ സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാറിലേക്ക് ഏൽപ്പിക്കാം. നമ്മെല്ലാവരും പ്രാർത്ഥിക്കപ്പോൾ തന്നെ പ്രിയ ഹല്ലേലൂയ ബിജു ബ്രദർ ഹല്ലേലൂയ നമ്മോടൊപ്പം ഹല്ലേലൂയ കേട്ടോ ഞങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ഉറക്കെ പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. Hallelujah, hallelujah, hallelujah. Lord, we just say thank you for this wonderful time, Lord. Thank you for your presence in our midst, hallelujah. Thank you for the word, Lord. We thank you for Pastor Siji, Lord, who shared the word so powerfully, Lord. Oh, Lord, as Noah found grace, Lord, hallelujah, Lord. Oh, thank you, Lord, thank you, Lord. You remembered Noah and everybody in it, Lord, Father. Even as you remembered, the word says the water receded, Lord. And the same problem, the ark was sitting on top of a mountain, hallelujah. Every place, Lord, your word promises us, instead of shame, you will have double honor, hallelujah, Lord. And we claim and we believe, hallelujah, Lord, because you are a God who will not put us to shame.
Your word says those who put the trust in the Lord will not be put to shame. Hallelujah, Lord. We receive every word, Lord. Every word that was spoken today, we receive. We say yes and amen to that. Hallelujah. Thank you for speaking to us this evening, Lord. So powerfully, Lord. We pray for our pastor. Continue to bless him, bless his ministry, bless his family, Lord. Thank you for the wonderful miracle that we heard, hallelujah, in pastor's life, Lord. Oh, Lord, your word, he who promised is faithful, hallelujah. You're such a faithful God, hallelujah. Oh, Lord, you're such a faithful God, Lord. Amen. Lord, all the days of our life, help us to behold the Lamb, hallelujah. Help us not to be distracted with things of the world. Yes, help us to behold the Lamb, hallelujah, Lord. Let our eyes be focused on the Lamb, Lord. Even when we go through ups and downs, let our eyes never leave that Lamb, hallelujah. Behold the Lamb, hallelujah, Lord. Oh, Father, we say thank you so for speaking so powerfully. The living word, Lord, hallelujah. It has touched us and blessed us, Lord. We thank you, we praise you for this wonderful time, hallelujah. Thank you, Lord. We bless everyone who are part of this meeting, Lord. We thank you for the internet. We thank you for the gadget, Lord. We pray for Pastor Johnson and family and the church and everyone, Lord, who are interceding, Lord. Thank you, Lord. 341 days, hallelujah, Lord. Oh, Lord, it's only your faithfulness, Lord. It's only your grace, Lord, hallelujah, Lord, that the meeting has continued for 341 days, Lord. It's your grace. You remembered us, Lord. Father, you remembered us, hallelujah, Lord. Amen. There were difficult times, there were ups and downs, but your grace took us through, Lord. Your favor took us through, Lord. It was only your spirit, Lord, leading us, Lord. Leading us and guiding us and directing us, Lord. Continuing to motivate us. Press on. Move ahead, Lord. Amen. Father, we say thank you for those for your hand that continued to hold each and every one of us. We went through COVID and a lot of difficulties, hallelujah. But you said, I am a God, I will not leave you nor forsake you, Lord. Yes, we say thank you, Lord. Thank you, Lord. Help us to continue to walk in righteousness, Lord. Because you said the kingdom of God is not eating and drinking, but righteousness and peace and joy in the Holy Ghost. Hallelujah. Help us to embrace this righteousness. Help us to embrace this peace. Help us to embrace this joy, Lord. And help us to continue to bear fruit. Bear fruit not to glorify me, but to glorify my Father in heaven, Lord. That is what your word says, Lord. The more I bear fruit, the more my Father will be glorified, Lord. Oh, Lord, what a privilege, Lord. Help us to deny ourselves, carry the cross and walk behind you as disciples, hallelujah, Lord. Lord, help us to overcome every situation, every circumstances, Lord. We thank you, we praise you, Lord. Not my will, Lord, but let your will be Amen. done, Lord. Let your will prevail in all that we do, Lord. Let your will prevail, Lord. Father, we say thank you. Thank you for this wonderful time. Thank you for your awesome presence, Lord. Oh, Lord, it's your presence that we seek, Lord. Hallelujah, Lord. And your presence was overflowing today, and we say thank you. Thank you, Lord. Amen. Pray for everyone. Bless everyone who are part of this meeting in the name of the Father, Son, and the Holy Spirit, Lord. Continue to minister to us. Everyone who hears the YouTube and all the recording, let them be blessed, hallelujah. Because your word is living, Lord. It's not only for today. It continues to be alive. Everyone who listens, they'll be blessed. We say, and let them have the hunger and thirst for you, hallelujah. We pray for tomorrow's meeting and all the other services. Continue to bless City Harvest Fellowship, Lord. Bless this fellowship. Let this fellowship continue to add more people into the kingdom of God, and let heaven never cease to rejoice, even as more souls are added into this fellowship and more souls are brought into the kingdom of God, Lord. Amen. Bless everyone. Bless this church. Bless everyone, Lord. Bless who are interceding and crying in their rooms and bedrooms. Bless them, Lord. Yes, you are a God who listens to every cry. Hallelujah, Lord. Fear not. Is there anything too hard for me, you say, Lord? Yes. We say thank you. We praise you. In the mighty name of Jesus, we pray. Amen. Amen. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ചു വഴിയുടെ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കരുതലും കാവലും സവാസം ഇപ്പോഴും നാം ഓർത്ത പ്രാപ്തിയ സകല വിഷയങ്ങളുടെ മേലും ഇപ്പോൾ പിരിഞ്ഞു പോയ പ്രിയപ്പെട്ട മേലും ഭൂമിയിലെ സകല വിശുദ്ധന്മാരും മേലും ഇനി തമ്മിൽ കണ്ടുമുട്ടുമ്പോഴേയും കർത്താവിന്റെ രണ്ടാമത്തെ വരവോളം ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഒരിക്കൽ കൂടി വന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. പ്രിയ പാസ്റ്റർ സിജി തോമസ് നന്ദി ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. സ്തോത്രം. അതുപോലെ എല്ലാ സഹോദരന്മാരും നന്ദി അറിയിക്കും. ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ രാവിലെ